ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായി ഏവർക്കും വളരെ പരിചിതമായ ഒരു തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണം. മൈക്കിൽ കൂടെ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. വായിക്കുന്നവരെ ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ വായിച്ച് സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ, ഇങ്ങനെയുള്ള പൊതുരംഗങ്ങളിൽ വായിക്കുമ്പോൾ എന്നും വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ വേണം വായിച്ചു തരാൻ. വാർഷിക കൺവെൻഷന് മാത്രം വായിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, അവർ തെറ്റിക്കും. മാസത്തിലൊന്ന് വായിക്കുന്നവരുണ്ട്, അവരും തെറ്റിക്കും. എന്നും ഇത് വായിച്ച് ധ്യാനിക്കുന്നവർക്ക് കുറച്ചുകൂടെ തിട്ടമുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് ഏവർക്കും വളരെ പരിചിതമായ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവെഴുത്ത് ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും വിശ്വസ്തനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. അങ്കമാലി പട്ടണത്തിൽ ഈ സ്ഥലത്ത് ഈ ഓഡിറ്റോറിയത്തിൽ അവിടുത്തെ ദാസിദാസന്മാരാകുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് ഇന്ന് രാത്രി ഇങ്ങനെ സമ്മേളിപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അതിന് മുഖാന്തരമായി ഈ സ്ഥലം സഭ ശുശ്രൂഷകർ, ചുമതലപ്പെട്ടവർ, വിശേഷിച്ച് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പാസ്റ്റർ, പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കിയതിനാൽ സ്തോത്രം. കടന്നു വന്ന കർത്തൃദാസന്മാർ, ദൈവമക്കൾ, പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് വീണ്ടും ഭാരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏവരുടെ മേലും കൃപ ചൊരിയണമേ. പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ഇതുവരെ അവിടുത്തെ നടത്തിപ്പുണ്ടായിരുന്നതിനാൽ സ്തോത്രം. തുടർന്നും തിരുവചനം ധ്യാനിപ്പാൻ ഈ രാത്രിയിൽ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണം. പ്രിയപുത്രനെ ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസൻ, ഇവിടെയുള്ള ദൈവമക്കൾ, വിശേഷിച്ച് ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, അപ്പോൾ തന്നെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ പലരുണ്ട്. എല്ലാവർക്കും ഇന്ത്യ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട സെൻട്രൽ പാസ്റ്റർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്ററാണ് ബഹുമാനപ്പെട്ട BP തോമസ് അവർകൾ. ദീർഘവർഷമായി അദ്ദേഹവുമായിട്ട് ആത്മീക ബന്ധവും അദ്ദേഹം ഇരിക്കുന്ന സഭകളിലുമൊക്കെ ധാരാളം പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് പോയി സംബന്ധിപ്പാനും ശുശ്രൂഷിപ്പാനും ഇടയായിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നത് ഞാനിപ്പോൾ അറിയുന്നത് പുതുപ്പള്ളിയിലായിരുന്നു. ബഹുമാന്യ കർത്തൃദാസൻ, അദ്ദേഹം നന്നായിട്ട് ദൈവോചനം സംസാരിക്കുന്ന കർത്തൃദാസൻ, അല്ല അടുക്കടുക്കായിട്ട് ദൈവോചനം പറയും. ഈ സഭയുടെ പ്രധാന ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തൃദാസൻ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പാസ്റ്റർ, അദ്ദേഹം വളരെ ശ്രേഷ്ഠനായൊരു ദൈവദാസൻ. അത് അദ്ദേഹവുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ വിശേഷത. മുഖസ്തുതിയൊന്നും പറയല്ല, തികഞ്ഞ ആത്മീയനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യം പഠിക്കാനും അറിയാനുമുണ്ട്. ആദരണീയ കർത്തൃദാസനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയിൽ സഹായിച്ച ബഹുമാന്യ കർത്തൃദാസന്മാർ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഈ ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹമാണ്. മറ്റ് ബഹുമാന്യ ദൈവദാസന്മാരും ദൈവമക്കളും, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, വീഡിയോ പകർത്തുന്നവർ,
ഈ അങ്കമാലി പട്ടണത്തിലും ഇതിന് പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ആദരണീയരായ എല്ലാ ദൈവമക്കൾ, അത് സഭാവ്യത്യാസം കൂടാണ്. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും, ഓൺലൈനിലുള്ളവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഈ ശുശ്രൂഷ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധിയിൽ വന്ദനം. ഒരു 1.5 മണിക്കൂർ മുമ്പ് വരേണ്ടതാണ്. അവിടെ പാലത്തിൻ്റെ അവിടെ എല്ലാം അങ്ങ് ബ്ലോക്കായിപ്പോയി, പെരുമ്പാവൂർ മുതൽ. അതുകൊണ്ടാണ് അല്പം വൈകിയത്. എങ്കിലും ഈ സമയത്ത് എത്തിച്ചേരുവാൻ ദൈവം കൃപ നൽകി. ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഭംഗമൊന്നും വന്നില്ലല്ലോ. ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ സഭയോടുള്ള ബന്ധത്തിൽ വേങ്ങൂര് ഇതുപോലെ ഒരു ഏകദിന സുവിശേഷ യോഗത്തിൽ സംബന്ധിപ്പാൻ ശുശ്രൂഷിപ്പാനിടയായി. അന്നും ഇതുപോലൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു. ധാരാളം ആൾക്കാർ അവിടെ വന്ന് ആ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. ഇന്നും ഏകദിനമായിട്ട് ഈ ശുശ്രൂഷ ക്രമീകരിച്ച് ഇത്രയും പേർക്ക് വരുവാനിടയായി. വലിയ കാര്യമാണ്. കാരണം നല്ല മഴയാണ്. അതിനെയൊക്കെ തരണം ചെയ്ത് ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടത് അത് വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സമയം അധികം കവർന്നെടുക്കുന്നില്ല. ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ചില ചിന്തകൾ നമുക്ക് ഒന്ന് ചായ വറക്കാം. അങ്കമാലിയിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതല്പം കടുപ്പമാണ്. കാരണം ഇവിടെ ഈ ബ്രദറൻ സഭകൾ പലതുണ്ട്. വചനത്തിലൊക്കെ നല്ല തിട്ടമുള്ളവരും പരിജ്ഞാനമുള്ളവരും എന്നാൽ ഇവിടുന്ന് ബൈബിളുമൊക്കെ ഇറങ്ങിയിരിക്കുക. അങ്ങനെ വചനത്തിൽ വളരെ ജ്ഞാനവും തിട്ടവും തിറവുമുള്ളവർ ഈ ദേശത്തുണ്ട്. വിവിധ സഭാവിഭാഗങ്ങളുമുണ്ട്. അപ്പോൾ വളരെ വചനപരിജ്ഞാനമുള്ളവരുടെ നടുവിലാണ് ഞാൻ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത്, നല്ല ബോധ്യത്തോടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചില നാളുകൾക്ക് മുമ്പ് ഈ അങ്കമാലിയിൽ ഒരു കൺവെൻഷൻ ക്രമീകരിച്ചു. അപ്പോൾ അന്ന് വരാനൊക്കെ ഒരുങ്ങിയപ്പോൾ അത് എൻ്റെ കുഴപ്പമല്ല, ആ നടത്തിപ്പുകാരുടെ കുഴപ്പമല്ല, കുരുട്ടുബുദ്ധി. അപ്പം കുരുട്ടുബുദ്ധിയാൽ അത് നടന്നില്ല, വരാനൊത്തില്ല. ആരാന്ന് ചിലപ്പം കക്ഷികളൊക്കെ ഇവിടെ കാണും, അതുകൂടെ ഒന്ന് അറിയാനാണ്. ഒരു ചെറിയ കുരുക്കൊപ്പിച്ചു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല, പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്താൽ ഇന്ന് രാത്രി ഈ സ്ഥലത്ത് ഇങ്ങനെ സാക്ഷിപ്പാനൊരു അവസരം ലഭിച്ചത് വലിയ പദവിയായിട്ട് കരുതുകയാണ്. സ്തോത്രം. ക്ഷണിച്ചവർക്ക് നന്ദി. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ രാത്രി വായിച്ച തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് വളരെ ലളിതമായിട്ട് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് മതി. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇത് ആരോടാണ് പറയുന്നതെന്ന് 12-ാം വാക്യം ഒന്ന് വായിക്കാം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. അപ്പോൾ പെർഗമോസിലെ സഭയുടെ ദൂതന ഇത് എഴുതുന്നത്. ആ പെർഗമോസ് സഭയോട് പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മാർന്നിടും പെർഗമോസഭേ മാർന്നിടും പെർഗമോസഭേ മാർന്നിടും പെർഗമോസഭേ
മാർന്നിടും. മാർന്നിടും. പെർഗമോ സഭേ പൂരജമാനത മാർന്നിടും. പെർഗമോ സഭേ നീ ശ്രമിക്കനൂടെ വചനം. മാർന്നിടും. പെർഗമോ സഭേ നീ ശ്രമിക്കനൂടെ വചനം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവെടുത്ത അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. നമുക്കറിയാം വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകവും ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ഈ പുസ്തകങ്ങൾ തമ്മിൽ വളരെ യോജിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ ഈ പുസ്തകങ്ങൾ എഴുതിയ രണ്ടുപേരും തമ്മിൽ നേരിട്ട് കണ്ടിട്ടുമില്ല. എന്നാൽ വായിച്ചു വരുമ്പം നമുക്ക് ചിന്ത വരും, രണ്ടുപേരോട് ഒന്നിച്ചിരുന്ന് എഴുതി, അല്ലെങ്കിൽ ഒരാൾ എഴുതിയതുപോലെ തോന്നും. അത്രയ്ക്ക് കൃത്യമായിട്ട് പുസ്തകം രണ്ടും ക്രമീകരിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തിലാണ്. വായിച്ചേ മോളെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ആദിയിൽ ദൈവം, അപ്പൊ ദൈവത്തിലാ തുടങ്ങിയത്. എന്നാൽ നമുക്കറിയാം ആ പുസ്തകം അവസാനിക്കുമ്പോൾ ശവപ്പെട്ടിയില്ല. 50-ന്റെ ഒടുവിലത്തെ വാക്യം. യോസേപ്പ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവനെ സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. അപ്പോൾ ശവപ്പെട്ടിയിലാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മരണം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, ഇനി മരണം ഉണ്ടാകയില്ല. അപ്പം ഈ പുസ്തകം വളരെ പ്രയോജനപ്രദമായ ചേർത്ത് പഠിക്കേണ്ട പുസ്തകമാണ്. ആട്ടെ, അംഗവാലിക്കാരെ ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാം പഠിച്ച് തികഞ്ഞിരിക്കുക, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അതുകൊണ്ട് പുസ്തകം പോലും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നവർ തുറക്കുന്നുമില്ല. ഇത്രയ്ക്ക് നല്ല തിട്ടവും ഒക്കെ ഉള്ളവരാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വെളിപ്പാട് പുസ്തകം വളരെ പ്രയോജനമുള്ളൊരു പുസ്തകമാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകവുമാണ്. ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് നമുക്കറിയാം അപ്പോസ്തലനാകുന്ന യോഹന്നാൻ. യോഹന്നാന്റെ ഒരു വിശേഷത, മോശെ ഈ 5 പുസ്തകം എഴുതിയത് പോലെ യോഹന്നാനും ഒരു 5 പുസ്തകം എഴുതി നമുക്കറിയാം. അപ്പോൾ മോശ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകം എഴുതി.
ചില വാക്യങ്ങളും ചില വിഷയങ്ങളുമായിട്ട് തർക്കമുണ്ട്. എന്നിരുന്നാലും ഒറ്റ വാക്യം പറഞ്ഞാൽ മോശ 5 പുസ്തകം എഴുതി. ഒടുവിലത്തെ പുസ്തകം എഴുതിയ യോഹന്നാനും 5 പുസ്തകം എഴുതി. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1, പിന്നെ 3 ലേഖനങ്ങൾ, അങ്ങനെ 1, 3, 4. ഒടുവിൽ ഈ വെളിപ്പാട് പുസ്തകവും എഴുതി. അങ്ങനെ 4, 1, 5. അപ്പൊ ആദ്യ പുസ്തകം എഴുതിയ ആളും 5 പുസ്തകം എഴുതി. ഒടുവിലത്തെ പുസ്തകം എഴുതിയ ആളും 5 പുസ്തകം എഴുതി. പുസ്തകത്തിന് വലിയ നല്ല താരതമ്യ പഠനം ആട്ടെ. യോഹന്നാനെ നമുക്കറിയാം. യോഹന്നാൻ യേശുവിനെ നല്ലതുപോലെ ദർശിച്ചയാളാണ്. വിശേഷിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ യേശുക്രിസ്തുവിനെ ദർശിക്കുക, തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തു തിരിഞ്ഞപ്പോൾ, അങ്ങനെ 13-ാം വാക്യം വായിച്ച തിരിഞ്ഞപ്പോൾ 1:13. ഞാൻ ഈ ബഹുമാനപ്പെട്ട മോള് നന്നായിട്ട് വാക്യം വായിക്കുന്ന, എന്നാലും ഒരു ദൈവദാസന്മാരോ ഒരു സഹോദരന്മാരോ ഒന്ന് വായിച്ചു. തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ, മുൻപ് യേശുവിനെ യോഹന്നാൻ കണ്ടതാ, നല്ലതുപോലെ കണ്ടതാ. ആ കാഴ്ചയല്ല ഇപ്പൊ കണ്ടത്. നമുക്കറിയാം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ, അതിന് മുമ്പുള്ള ചരിത്രമൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ കാണുന്ന സന്ദർഭം നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ആദ്യം വായിക്കാം. മർക്കോസ് 1:16. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കടലിൽ വല വീശുന്നത് കണ്ടു. അപ്പൊ 2 പേര് വീശുന്നു, വീശുകാരാ. ശിമോൻ പത്രോസും അന്ത്രയോസും വീശുന്നു. അപ്പോൾ യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോ 2 പേര് വല കെട്ടുന്നു. 19-ാം വാക്യം. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. 2 പേര് വല നന്നാക്കുന്നു, 2 പേര് വീശുന്നു, 2 പേര് നന്നാക്കുന്നു. 2 പേരെയും ദൈവത്തിന് ആവശ്യമാണ്. 2 പേരെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമാണ്. അപ്പൊ 2 പേര് വീശുന്നു, 2 പേര് നന്നാക്കുന്നു. നിങ്ങള് നല്ല അറിവുള്ളവരാ. അപ്പം പിന്നീട് ചിന്തിച്ചാൽ അറിയാം, കർത്താവ് വളരെ സർവജ്ഞാനിയല്ലേ, ദീർഘവീക്ഷണത്തോടെ. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാ ദൈവം. അപ്പൊ 2 പേര് വീശുന്നു. മീൻ കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളത് 2ാമത്തെ വിഷയം. പക്ഷെ വീശുന്നുണ്ട്. അപ്പൊ കർത്താവിന് മനസ്സിലായി ഇവര് പ്രയോജനമുള്ളവരാ. വിളിച്ചു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു വീശ് പത്രോസ് 3000 എണ്ണം. തെരഞ്ഞെടുപ്പ് തെറ്റിയില്ല. അപ്പോസ്തലന്മാരിൽ ഇളയവനും ഒടുവിൽ മരിച്ചയാളുമായ യോഹന്നാൻ അപ്പോസ്തലൻ സാധാരണ മരണവുമാണ്. അപ്പൊ താനെ മരിക്കുന്നതിനൊക്കെ മുമ്പ് സഭയ്ക്കകത്ത്, എൻ്റെ കുട്ടനാടൻ ഭാഷയാ, വേറെ മീൻ കയറി ഈ വലയെല്ലാം മുറിക്കാനും കണ്ടിക്കാനും ഒക്കെ നോക്കി. അപ്പോൾ യോഹന്നാൻ വല കെട്ടിക്കൊടുത്തു. കെട്ടിയ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, ഈ ഉപദേശവും കണ്ടല്ലാതെ ഒരുത്തർ ഇതിനകത്ത് വന്നാൽ വീട്ടിൽ പോലും കയറ്റിയേക്കണം. വല കെട്ടി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വരും, വല കീറാനും മുറിക്കാനും പൊട്ടിക്കാനും ഒക്കെ വരും. അപ്പോൾ അത് കർത്താവ് ദീർഘവീക്ഷണത്തോടെ കണ്ട് ഇവരെ തെരഞ്ഞെടുത്താൽ വല കിട്ടും. യോഹന്നാൻ അത് നന്നായിട്ട് കൈകാര്യം ചെയ്ത് കെട്ടി. അപ്പോൾ യേശുക്രിസ്തുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്
മുമ്പേ നമ്മൾ വായിച്ചപ്പോൾ കടൽ തീരത്ത് വെച്ച. ഇനി ആ മർക്കോസ് 1:19 ഒന്ന് വായിക്കാം. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോട് കൂടി പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. അപ്പൊ യേശുക്രിസ്തുവിനെ യോഹന്നാൻ ദർശിക്കുന്ന വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി വന്നു, കണ്ടു, സംസാരിച്ചു. അപ്പൊ ഇത് സാധാരണ ഒരു കാഴ്ചയാണ്. യോഹന്നാനെ പോലെ തന്നെ ഒരാൾ തന്നെയല്ല, അല്പം ബന്ധമൊക്കെ ഉണ്ടല്ലോ. ഇവർക്ക് വേറൊരു പേരുണ്ട്, ഇടിമക്കളെന്ന. കർത്താവ് അതൊക്കെ ഒന്ന് തിരുത്തി കർത്താവിൻ്റെ കൂടെ നടന്നപ്പം ഒത്തിരി ശാന്തരായി. ആട്ടെ, അപ്പൊ ഈ ഗലീല കടപ്പുറത്ത് വെച്ച് യേശുവിനെ കണ്ടു യോഹന്നാൻ. എന്നാൽ യേശുവിന്റെ കൂടെ യാത്ര ചെയ്ത് ചില നാൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മറുരൂപമലയിൽ വെച്ച് യേശുവിനെ ഒന്ന് കണ്ടു. അത് ഗലീല കടപ്പുറത്ത് കണ്ട കാഴ്ചയല്ല, അല്ല, അത് വിശേഷപ്പെട്ട കാഴ്ചയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിക്കാം. എല്ലാം അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചോ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. ഞങ്ങൾ നോക്കിയതും. ഞങ്ങളുടെ കൈ തൊട്ടതും. ആയ ജീവന്റെ വചനം. ശ്രദ്ധിച്ചേ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി, ആ വചനം ദൈവമായി. വചനത്തെ കണ്ടു, കേട്ടു, തൊട്ടു, രുചിച്ചു. അപ്പൊ ഗലീല കടപ്പുറത്ത് വെച്ച് യേശുവിനെ ഒന്ന് കണ്ടു. ഒരു നല്ല ഒത്തൊരു മനുഷ്യൻ, ഒന്നുകൂടെ പറഞ്ഞ ലക്ഷണമൊത്തൊരു മനുഷ്യൻ. യേശുവിന് ഈ ലക്ഷണക്കേടൊന്നുമില്ല കേട്ടോ. ഒരു തല മതിയല്ലോ, എന്തിനാ? നല്ല തലയാന്ന് ഒന്ന് മതി. നല്ല തലയാന്ന്. അയ്യോ, ജോസെ ഒരു പാട്ടുണ്ട്, ജോസിനറിയാമോ? നോക്കാം. സാറിന്റെ പാട്ടാന്ന് തോന്നുന്നു, സൈമൺ സാറിന്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ബ്രദറുകാർ കാണും, ഒന്ന് കൈ പൊക്കിക്കുക. സഭ മാറ്റാനൊന്നുമല്ല, എന്ന് അറിയാനോ. ആരും വന്നില്ല. യോ, ബ്രദറ സഭയിൽ പോകുന്നവർ ഉണ്ട്, എന്ന് കൈ പൊക്കാൻ. ജിജോ ഒന്നും വന്നില്ല. ഉണ്ടെങ്കിലും കൈ പൊക്കുകയില്ല. പെന്തിക്കോസുകാർ ഉണ്ട്, കൈ പൊക്കിക്കൈ. മതി. അപ്പോൾ ഒരു പഴയ പാട്ടുണ്ട്, സൈമൺ സാറ് എഴുതിയ സാറിന്റെ പാട്ടാണ്. പാട്ടിന്റെ വരി തങ്ക നിറമെഴും തലയുടയോനേ, തങ്ക നിറമെഴും തലയുടയോനേ, നിങ്ങളിനവണിയുവോ ധന്യരാമേ. തങ്ക നിറമെഴും തലയുടയോനേ, തങ്ക നിറമെഴും തലയുടയോനേ. അതെ, അപ്പോൾ നല്ല തലയാന്നേ ഒന്ന് മതി. അപ്പൊ യേശു ക്രിസ്തു ആ ഗലീല കടപ്പുറത്ത് വെച്ച് കണ്ട ലക്ഷണമൊത്ത ഒരു പുരുഷൻ. എന്നാൽ മറുരൂപമലയിൽ വെച്ച് യോഹന്നാൻ ദർശിച്ചപ്പോൾ വ്യത്യസ്തമാണ്. ഭൂമിയിൽ ഒരലക്കകാരനും അലക്കി വെളുപ്പിക്കാൻ വകിയാത്ത വിധത്തിൽ അവിടുത്തെ വസ്ത്രം വെണ്മയായി, അവിടുത്തെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുക. പേരിശ്ശേരിലെ മത്തായിച്ചൻ എഴുതിയ ഒരു പാട്ടുണ്ട്. ഈ പഴയ പാട്ടുകളാണ് നല്ലത്, പുതിയതെല്ലാം മോശമാണെന്ന് പറയത്തില്ല, എന്നാലും പഴയതാ.
പുതിയതെല്ലാം കൊള്ളുകയല്ലെന്ന് എന്നാലും പഴയ പാട്ട് നല്ല പാട്ടുകൾ. അപ്പൊ മത്തായിച്ചന് ഒരു പാട്ട് എഴുതി ഇങ്ങനെ: കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കാദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കാദേവാ. കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കാദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കാദേവാ. കോടി സൂര്യപ്രഭ. എനിക്ക് പഴയ പാട്ടുകളാ കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ പഴയ പാട്ടുകൾ പാടുന്നെന്നൊന്നും അവകാശപ്പെടുന്നില്ല, ചൊല്ലും. കാരണം പാട്ടുകാരിരിക്കുമ്പോൾ പാടുന്നെന്നൊന്നും പറയാനൊക്കത്തില്ല, ചൊല്ലും. പക്ഷെ ഭയങ്കര അർത്ഥവും അത് ആസ്വദിച്ച് ഒന്ന് പാടിക്കുക, എന്തോ ചൈതന്യമാണെന്നറിയാം. അത് അപ്പോൾ മറുരൂപമലയിൽ വെച്ച് യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ഒന്ന് കണ്ടു. അത് ഗലീലക്കടപ്പുറത്ത് വെച്ച് കണ്ടതുപോലെ അല്ല. ഇന്ന് രാത്രി എല്ലാവരും കർത്താവിനെ ഒന്ന് കാണണേ. അതിനുശേഷമായി ഇടയ്ക്കത്തെ എല്ലാം ഞാനങ്ങ് വിടുക. അതിനുശേഷമായിട്ട് കണ്ടത് കാൽവറിയിൽ ക്രൂശിൽ ആണികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ടു. മുൻപ് കണ്ട രണ്ട് കാഴ്ചയുമല്ല ഇപ്പൊ കാണുന്നത്. മുൾക്കരിയുടെ ധാരിയായി, മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ടവനായി, മുതക് ഉഴവുചാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി, രക്തധാരധാരയായിട്ട് ഒഴുകി. യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ടവനായി. അതുകൊണ്ട് പീലാത്തോസ് വന്ന് പറഞ്ഞൊരു പദമുണ്ട്, ആ മനുഷ്യൻ ഇതാന്ന് പറഞ്ഞു. നിങ്ങൾ സംശയിക്കേണ്ട, തർക്കിക്കേണ്ട. ഇന്നലെ വൈകുന്നേരത്ത് പിടിച്ചത് കോമളരൂപിയാകുന്ന യൗവനയുക്തനായ ഒരു വ്യക്തിനെയാ. പക്ഷേ അടിച്ചും ഉപദ്രവിച്ചും ശോഭകേട് ചെയ്തും പങ്കപ്പാട് പീഡകളും ഒക്കെ സഹിച്ച് ഈ രൂപത്തിലായി. ദൈവത്തിന് മകത്ത് സംശയിക്കേണ്ട, ആ മനുഷ്യൻ ഇത് തന്നെയാന്ന് പറഞ്ഞു. അവിടുന്ന് ക്രൂശിൽ കിടക്കുക, ആണുകളാൽ തൂങ്ങപ്പെട്ടു. നമ്മളൊരു പാട്ട് പാടുമല്ലോ, ഇന്ന് ഇവരുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈരണ്ടേ പാടുള്ളൂ. തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ, തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ, ഹായനിക്കായി മരിച്ചോ മരിച്ചോ മരിച്ചോ, ഹായനിക്കായി മരിച്ചോ മരി. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ കൃപയേ കൃപയേ, ഓ കൃപയേ. ചേർന്ന് പാടും. ഓ ചിന്തിയല്ലോ സ്വന്തര തം എനിക്കായി, ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി. ആശ്ചര്യമേ ഇത് ആശ്ചര്യമേ ഇത്, കൃപയേ 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 കൃപയേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ യോഹന്നാൻ ദർശിച്ചു. എല്ലാവരും പോയിട്ടും ക്രൂശിന്റെ ചുവട്ടിലുണ്ട്, അവിടെ നിൽക്കുക. അല്ല, അതുകൊണ്ടാ അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് യോഹന്നാനോട് പറഞ്ഞു. സ്നേഹിച്ച ശിഷ്യനോട് പറഞ്ഞു, അമ്മ വേണ്ടെന്ന്.
അപ്പനും അമ്മയെ അന്വേഷിക്കാതെ ലഘുലേഖ കൊടുക്കുന്ന ഒത്തിരി ബിരുദന്മാരെ എനിക്കറിയാം. പെറ്റതള്ളയ്ക്കും തന്തയ്ക്കും ചെലവിനും കൊടുക്കുകയല്ല, അന്വേഷിക്കത്തില്ല. രാവിലെ ഇറങ്ങും തമ്പിയുടെ ഹൃദയവുമായിട്ട്, തോളയിലൊരു മൈക്കും കാണും. യേശുക്രിസ്തു പാപികളെ നല്ല കാര്യമാണ്. മറ്റൊരുത്തലിലും ജനിപ്പിച്ച തന്തയും തള്ളയും നാറാന്നിരിക്കുക, അങ്ങോട്ട് പോവുകയില്ല, മിണ്ടുകയില്ല. എനിക്കറിയാം ഒത്തിരി എണ്ണത്തിൽ. ഇതിനകത്തും ചിലപ്പോൾ കാണും ആ ഇരിപ്പ് കണ്ടിട്ട് പരുവക്കേട് ചിലത്. യോഹന്നാനെ പറ്റി പറയുന്നത് ഈ യേശുവിൻ്റെ അമ്മ മരിക്കുന്നത് വരെ എഫെസോസിലുണ്ടായിരുന്നെന്ന്. അമ്മയുടെ കാലം കഴിഞ്ഞാ പുള്ളി അമ്മയെ സംരക്ഷിച്ചു. വളരെ ആത്മാർത്ഥതയോടെ ആട്ടെ. അപ്പൊ ക്രൂശിന്റെ ചുവട്ടിൽ യോഹന്നാൻ നിൽക്കുക, അവിടുന്ന് നോക്കുന്നുണ്ട് ക്രൂശയിലോട്ട്. ഗലീലക്കടപ്പുറത്ത് വെച്ച് കണ്ട രൂപമല്ല, മറരൂപമല്ലെങ്കിൽ കണ്ട രൂപമല്ല, ഇപ്പം വ്യത്യസ്തമായി. ഇന്ന് രാത്രി മറ്റൊന്നും കണ്ടില്ലെങ്കിലും കടന്നു വന്ന പ്രിയപ്പെട്ടവർ ആ ക്രൂശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശുവിനെ ദർശിച്ചേച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകാം. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസമാണ് കേട്ടോ. യേശുവിനെ കണ്ടാൽ ഇടയ്ക്ക് കയറി പറയാം, നമുക്കറിയാമല്ലോ ഈ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് പൗലോസ് അല്ലെങ്കിൽ ശൗൽ യേശുവിനെ കണ്ടു. അത് അഗ്രിപ്പാവിനോടൊക്കെ വിസ്തരിക്കുന്ന സമയത്ത് പറയുന്ന സന്ദർഭത്തിലുണ്ട്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവ്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ലെന്ന 26:19 ഒന്ന് വായിച്ചോ. 26:19. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും. മോനെ കോൺലെസ് മൈക്ക് ഉണ്ടോ? ഇത് പുള്ളിക്ക് കൊടുത്ത് വെച്ചാൽ അതിഞ്ഞോട്ട് പുള്ളി അവിടെ അടങ്ങിയിരിക്കല്ലോ, ഞാനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. എന്റെ പരുവത്തിന് അത് കുഴപ്പമില്ലല്ലോ ദൈവരാസനല്ലോ. അദ്ദേഹത്തിനേതായാലും കുഴപ്പമില്ല. അപ്പോൾ പൗലോസ് പറയുകയാ, ശൗലേ, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടു. നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശം. യെരൂശലേമിൽ ചെന്ന് മഹാപുരോഹിതന്റെ അധികാരപത്രമെല്ലാം വാങ്ങി വാഹന മൃഗത്തെ എന്റെ പുറത്ത് വാശിയോടെ വരികയാണ്. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ യഹൂദ മതത്തിലെ മുമ്പിലത്തെ നടപ്പ്, മതഭ്രാന്ത് കയറി വരിക. അങ്ങനെ വന്ന ഈ മനുഷ്യൻ നട്ടുച്ച നേരത്ത് ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു കഴിയുമ്പം വലിയ വ്യത്യാസമാണ്. 2 കാര്യം പറയാം, അതേ ഇപ്പോൾ ഒക്കുള്ളൂ. 2 കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മുൻകാല ജീവിതം യേശുവിനെ കാണുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 7-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 7:8 ചേർത്ത് പഠിച്ചാൽ, സ്തേഫാനോസിനെ കല്ലെറിയാൻ പോയ ആൾക്കാരുടെ വസ്ത്രമെല്ലാം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരൻ ഈ കക്ഷിയാ സൂക്ഷിച്ചത്. 8-ാം അധ്യായത്തിന്റെ 1 വായിക്കുന്നത്, അവനെ കൊന്നത് ശൗലിന് സമ്മതമായി. എന്റെ ഭാഷ പറഞ്ഞാൽ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 8:3 ഒന്ന് വായിച്ചേ ദൈവദാസനെ. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. അപ്പോൾ ഈ മാർഗക്കാരുടെ വീട്ടിൽ കയറി അവരെ പിടിച്ച് വലിച്ച് ഇഴച്ച് ഉപദ്രവിക്കുക പുള്ളിയുടെ തോടില്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ യേശുവിനെ കണ്ടേ. നീ ആരാകുന്ന കർത്താവേ? ഉടനെ മറുപടി, നീ ഉപദ്രവിക്കുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം
യേശുവിനെ കണ്ടു. കാണുന്നതിന് മുമ്പ് വീട് കയറി ഇങ്ങനെയുള്ളവരെ വലിച്ചഴച്ച് ഉപദ്രവിക്കുക. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴോ ആ 9:19 ഒന്ന് വായിച്ച്. 9:19 അപ്പോസ്തല പ്രവൃത്തി. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. എങ്ങനുണ്ട്? യേശുവിനെ കാണുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ ഉപദ്രവിക്കുന്നവനാ. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ളവരോട് കൂടെ താമസിക്കുന്നു. എങ്ങനുണ്ട്? ഇത് യേശുവിനെ കാണുമ്പോൾ ഇങ്ങനെ സ്വഭാവത്തിന് മാറ്റം വരും. നമുക്ക് ഇത് കാണുന്നതിന് മുന്നേ ഇത് തന്നെ സ്വഭാവം കണ്ടു കഴിഞ്ഞു. മാനസാന്തരം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രയോഗം തന്നെ തിരിഞ്ഞു വരിക എന്നുള്ളതാണല്ലോ, ഇല്ലയോ? തിരിഞ്ഞു വരണം. തിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന്. ആണ്ട് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 19 ഒന്ന് വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു. 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. അപ്പൊ തിരിയണം. അതാ മാനസാന്തരം. തിരിഞ്ഞു വരണമെന്ന്. അപ്പൊ ഈ ശൗല് ഡമസ്കസിന്റെ പടിക്ക വെച്ച് യേശുവിനെ കണ്ടു, മാനസാന്തരപ്പെട്ടു. പെടുന്നതിന് മുമ്പ് ഈ ആൾക്കാരെ പിടിച്ചു വലിച്ചടച്ച് ഉപദ്രവിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട പുള്ളി തല്ലും. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ താമസിക്കുക. ഡമസ്കസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ മാനസാന്തരം. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. അല്ല, മാനസാന്തരപ്പെട്ടവരാണെന്ന് ചിന്തിച്ചോണം കേട്ടോ. ഇപ്പോഴും ചില വീട്ടുകാരുമായിട്ട് മിണ്ടാത്തവരുണ്ട്. ഒരു സഭയെ കൂടുക, മിണ്ടുകയല്ല. ഒരു സഭയെ നടി ഉണ്ടാക്കി അടുത്ത സഭ തുടങ്ങി. കൺവെൻഷൻ ഇപ്പം വന്നാലും അവരെ കാണുമ്പോൾ നേരെ പെടലി വെട്ടിച്ചിരിക്കും. ഇതിനകത്തും കാണും. എന്നിട്ട് പറഞ്ഞു ഞാൻ 82 മാനസാന്തരപ്പെട്ടെന്നും. മാനസാന്തരപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ സ്വഭാവത്തിന് വ്യത്യാസം വരും. 2 അതുകൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചോ, വീട് തോറും കയറി ഉപദ്രവിക്കുക ശൗല്. എന്നാൽ ഡമസ്കസിന്റെ പടിക്ക വെച്ച് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നത്തേതിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. സെന്റോ മീറ്റിങ്ങിന് പറഞ്ഞതാ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിക്കണം. അപ്പം മനസ്സിലാകും. എഫെസോസിൽ 3 കൊല്ലം വേല ചെയ്തു പോയപ്പോ പറഞ്ഞതാ. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവരെ എൻ്റെ അവിടേക്ക് വന്നപ്പോൾ അവരോട് പറഞ്ഞ കാര്യം അടുത്ത കണ്ടിക്കാൻ ഞാൻ ആശയിൽ വന്ന് 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാൻ അടുത്ത പദം. പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും മതി. യേശുവിനെ കാണുന്നതിന് മുമ്പ് വീട് തോറും കയറി ഉപദ്രവിക്കുക. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വീട് തോറും കയറി സുവിശേഷം പറയുക. അതാ മാനസാന്തരം. ഇതാ മാനസാന്തരം. ഒരു ചൈതന്യവും ഇല്ലാതിരിക്കും. മഴ ആയതുകൊണ്ടായിരിക്കും. യേശുവിനെ കാണുന്നതിന് മുമ്പ് വീട് തോറും കയറി ഉപദ്രവിക്കുന്നവനാ. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോ വീട് തോറും കയറി യേശുവിനെ പറയാൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഈ ഒരു നല്ല അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവര് പ്രതികരിക്കാതിരിക്കോ, ഉൾക്കൊള്ളാതിരിക്കോ നമ്മുടെ വിഷയമല്ല. പൗലോസ് എല്ലാവരുടെ സുവിശേഷം അറിയിച്ചു. അതിന്റെ മെത്തേഡൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്.
കണ്ടവരോട് ചന്തസ്ഥലത്ത്, വഴിവക്കത്ത്, പുഴവക്കത്ത് മെനക്കെടാതെ വീട് തോറും പരസ്യമായി രഹസ്യമായി ചെറിയവരോടും വലിയവരോടും. നമ്മുടെ ആൾക്കാർ സുവിശേഷമൊക്കെ പറയാൻ പോകും, പക്ഷെ അത്ര വലിയ ആത്മഭാരം ഒന്നുമില്ല. ഉണ്ടെന്നായി പറയുന്നേ, വലിയ ഭാരമൊന്നും. അതിന് ചെറിയ ഉദാഹരണം, ടീം പ്രവർത്തനം എന്നാ പറയുന്നത്. നല്ല ടീമാണ്. അപ്പോൾ ടീമുകൾ അങ്ങോട്ട് പോകുമ്പം കൂടെയുള്ള ഒരാൾ പറയും, നമുക്കാണ്ട് ആ വീട്ടിലോട്ട് കയറാം. ഏത് വീട്? ആണ്ട് ആ വലിയ വീടും വലിയ ഗേറ്റും മതിലും വലിയ വലിയ ആൾക്കാർ. ഉടനെ മറ്റേ പുള്ളി പറയും, ഓ അവർ നമ്മുടെ കൂടെ ഒന്നും, അവർ ആനത്താനത്തിൻ്റെ കൂടെ ആയിരിക്കും പോകുന്നത്. ഇല്ലേ അവർ മുല്ലക്കരയുടെ കൂടെ, ഇല്ലേ തങ്കുവിൻ്റെ കൂടെ, താരുവിൻ്റെ കൂടെയൊക്കെ. ഈ ഏരിയയാണ് പറയും ഡാമിയൻ്റെ കൂടെ, ഈ സൈഡിലൊക്കെ ഉണ്ട്. ഓ അവർ നമ്മുടെ കൂടെ ഒന്നും വരികയില്ല. അല്ല നമുക്കൊന്ന് കയറാം. ഓ വേണ്ട, വെറുതെ എന്തിനാ? അല്ല നല്ല ചുറ്റുപാട് നല്ല വീടുമൊക്കെയാണ്. വരികയാണെങ്കിൽ നമ്മുടെ സഭയ്ക്ക് നല്ലൊരു അസറ്റാണ്. രണ്ടുപേരും തർക്കമാണ്. ഉടനെ കൂടെ ഉള്ള പുള്ളി, ഓ പട്ടി കാണും. ഉടനെ മറ്റേ പുള്ളി പട്ടിയെ പൂട്ടിയിട്ടേക്കായിരിക്കും. ഓ പൂട്ടിയാലും ചിലപ്പോൾ എങ്ങാനും വന്ന് കടിച്ചെങ്കിൽ ഉഴപ്പുക. എടാ നമുക്കൊന്ന് കയറാം. ഓ ഞാനില്ല, നിങ്ങൾ വേണേൽ കയറി വെച്ച്. തന്നെയല്ല അവർ നമ്മുടെ കൂടെ ഒന്നും വരികയല്ല. നമ്മുടെ ഈ ഹോളിനകത്ത് അവർ വന്നിരിക്കുമോ? അവസാനം എന്നാ വേണ്ട. രണ്ടുപേരും കൂടെ ലഘുലഘയായിട്ട് നടക്കുമ്പം ഈ റോഡ് സൈഡിലെ പുറമ്പോക്കിലെ ഓലയൊക്കെ മറച്ച്, ചാക്കുമൊക്കെ കെട്ടി മറച്ച്, പനയോല കൊണ്ടൊക്കെ മറച്ച്, അല്ലെ പനമ്പുമൊക്കെ മറച്ച്, ചാണകം ഇട്ട് മെഴുകി, അല്ലെ ഈ പഞ്ഞിപ്പലക അടിച്ച ചെറിയൊരു വീട് കാണും. ചെറിയ വീട് പുറമ്പോക്കിൽ. ഉടനെ കൂടെയുള്ള പുള്ളി പറയും, നമുക്കന്ന് അങ്ങോട്ട് കയറാം. എന്നാ ഓ അത് നിങ്ങൾ നമ്മുടെ കൂടെ വന്നിട്ടും വലിയ അല്ല, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് പറ, സത്യമാണോ ഇല്ലയോ എന്ന്. അപ്പം നമ്മുടെ ഈ ആത്മഭാരം ഒന്നും ശരിയായ ആത്മഭാരം അല്ല. എന്നാ മുഖമെല്ലാം വല്ലാതിരിക്കുന്നു? ഉള്ള കാര്യമാണ് പറഞ്ഞത്, ഉള്ളതാണ്. അവർ വരികയാണെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ഒരു അസറ്റാ. വരികയല്ല. ഇവർ വരും, ഓ അവർ വേണ്ട. എന്നുവെച്ചാൽ നമ്മൾ സഭയെ വന്നിരുന്ന പട്ടി മോങ്ങും പോലെ മോങ്ങും. അപ്പോ ആയിരങ്ങൾ നശിക്കുന്നു. പിന്നെ ആദ്യം നമുക്കൊരു മാനസാന്തരം വരണം. ചില സഭകളിലൊക്കെ ചിലർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയല്ലെന്ന് കേൾക്കുന്നു. കൊടുക്കുകയല്ല. ഒരു മെമ്പർഷിപ്പിന് കൊടുത്താൽ ഉടനെ അവർ അപേക്ഷ കൊടുക്കും, നോക്കും അതെങ്ങനെ നമ്മുടെ ഇതിന് പറ്റുന്നതാണോ എന്ന്. നമ്മുടെ ഇതിന് എന്നാ അതിന് പറയുന്നത്, നമ്മുടെ സ്റ്റാറ്റസ്. എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ല, അതായി കുഴപ്പം. നമ്മുടെ അതിന് അല്ല, അവര് ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതല്ലേ, അത് വിലയേറിയതാ. പക്ഷെ നമുക്ക് നമ്മുടെ സഭയിലൊന്നും അങ്ങനെ അവൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുന്നത്, അവനെങ്ങനെ കൈ കൊടുക്കുന്നത്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ ആത്മഭാരം ശരിയായ ആത്മഭാരമാണോ? പ്രിയരെ, നമ്മളെ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട് കേട്ടോ. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. പലരും ഇരുന്ന് വിഷമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നിങ്ങളും വളരെ ആഗ്രഹത്തോടെ ദൈവമേ ഒന്ന് എന്തെങ്കിലും കേൾക്കാമെന്ന് ഓർത്ത് വന്നപ്പോൾ പുള്ളി ഇതാണെന്നോ പറയുന്നത്. ഇപ്പം എഴുന്നേറ്റ് പോയാൽ കൊള്ളാമെന്ന് ചിന്തിച്ച ആൾക്കാരുണ്ട്. പിന്നെ പോകാത്തത് അവർ പറയാക്ക് ബോധമുള്ളവനല്ല, എഴുന്നേറ്റ് അയാൾ വല്ലതും വിളിച്ച് പറയും, അതുകൊണ്ട് തീരുമ്പോൾ പോയാൽ മതി എന്നൊക്കെ അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ആട്ടെ, നമുക്ക് ആ വിഷയം വിടാം. യേശുവിനെ കണ്ടു കഴിയുമ്പോൾ സ്വഭാവത്തിന് മാറ്റമാണ്. ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ യോഹന്നാൻ ദർശിച്ചു. മുൻപ് ഗലീലയിൽ വെച്ച് കണ്ട യേശുവല്ല, മറുരൂപമലയിൽ വെച്ച് കണ്ട യേശുവല്ല, ക്രൂശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശു, രക്തം ചിന്തിയ അവൻ ശരീരം അവൻ മുറുക്കപ്പെട്ടവനായി, അവൻ രക്തധാരയായി ഒഴുകുന്ന യേശുവിനെയാ കാണുന്നത്. ദൈവത്തിന്റെ മഹത്വം. അതിനുശേഷം ഉയർത്ത യേശുവിനെ ഒന്ന് കണ്ടു.
കാരണം യോഹന്നാൻ കണ്ടു എന്ന് ക്ലിയറായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ഒരു പ്രയോഗമുണ്ട്, പന്തിരുവർക്ക് പ്രത്യക്ഷനായി. ആ 15:3 വായിച്ചു. 15:3 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെടുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവെടുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ പന്തിരുവർക്കും അപ്പൊ പന്തിരുവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനകത്ത് കൊണ്ട് പത്രോസിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. കേബാവിനും പിന്നെ പന്തിരുവർക്കും. പന്തിരുവട്ടിപ്പെട്ട ആളാന്നല്ലോ കേബാവ്. പക്ഷെ കേബാവിന് സ്പെഷ്യലായിട്ട് പ്രത്യക്ഷപ്പെട്ടു. വിശദീകരിക്കുന്നില്ല, അറിയാമല്ലോ. അത് ഒരു പുലർച്ചയ്ക്കാണ്. പുലർച്ചെ പ്രത്യക്ഷപ്പെട്ടു. അതിന് ഒരു കാരണമുണ്ട്. ഒരു പുലർച്ചയായി യേശുവിനെ തള്ളി പറഞ്ഞത്. ആ ടൈം നോക്കി കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പന്തിരുവർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഒന്ന് കണ്ടു. ഗലീലയിൽ വെച്ച് കണ്ടു, മറുരൂപമലയിൽ വെച്ച് കണ്ടു, ക്രൂശിൽ കിടന്ന ക്രിസ്തുവിനെ കണ്ടു. ആമേൻ. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെയും കണ്ടു. എന്നാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കണ്ടത് ഇതിനെല്ലാം വ്യത്യസ്തമായ നിലയിലാണ് യേശുവിനെ കാണുന്നത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 22 അധ്യായമുണ്ട്. ഇത് പത്മോസിൽ വെച്ച് യോഹന്നാന് ലഭിച്ച ദർശനങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം. ഓരോ അധ്യായത്തിലും സ്തോത്രം പ്രത്യേക വിഷയങ്ങൾ തരംതിരിച്ചാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകം നന്നായിട്ട് പഠിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന, ഓരോ വാക്കുമെടുത്ത് നന്നായിട്ട് പറയുന്ന ധാരാളം ദൈവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം കൈവെക്കുന്നില്ല. എന്തിനാ പഴയ ആൾക്കാർ പറഞ്ഞ വയ്യാത്ത പട്ടി കയ്യാല നമുക്കറിയാവുന്ന കാര്യം മതിയല്ലോ. അതൊക്കെ നല്ല ജ്ഞാനമുള്ളവരുണ്ട്. ദൈവം അവരെ ബലപ്പെടുത്തട്ടെ. അപ്പോൾ ഓരോ അധ്യായത്തിലും നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാറുണ്ട്. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. 4-ാം അധ്യായത്തിൽ യോഹന്നാനെ മുകളിലോട്ട് വിളിക്കുക. 5-ാം അധ്യായത്തിൽ അവന് വീണ്ടെടുപ്പിൻ്റെതായ സംഭവം നമ്മൾ കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ 144,000 പേര് ദർശിക്കുന്നു. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുകയും കാഹളങ്ങൾ മീട്ടുന്നതായിട്ട് നമ്മൾ ദർശിക്കുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അടിച്ചുവിടുന്നു. 10-ാം അധ്യായത്തിൽ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം 2 സാക്ഷികൾ. 12 സൂര്യധാരണിയായ ഒരു സ്ത്രീയെ കാണുന്നു. 13-ാം അധ്യായം ഘോരവും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ 144,000 പേര്. 15-ാം അധ്യായം മോശയുടെ പാട്ട്, കുഞ്ഞാടിന്റെ പാട്ട് പാടി വീണ പിടിച്ച് വൈണികന്മാർ ആ നദികളുടെ തീരത്ത് നിന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായം 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ഒടിക്കുന്നു. 17-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി മർമ്മം മഗതിയാം ബാബിലോൺ. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അതപ്പതനം നശിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. 19 കുഞ്ഞാടിന്റെ കല്യാണം. 20 1000 ആണ്ട് വാഴ്ച. 21 പുതിയ യെരൂശലേം. 22 ഒറ്റ വാക്ക് പറഞ്ഞാൽ നിത്യത. ഇങ്ങനെയാണ് ഓടിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായം നമുക്കറിയാം 7 സഭയ്ക്കുള്ള ദൂത, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാനെ നാട് കടത്താൻ 2 കാരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 9. അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. 1-9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും. നിങ്ങളുടെ സഹോദരനും, നല്ല പ്രയോഗമാണ്, നിങ്ങളുടെ സഹോദരൻ സഭയോട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് സഭയ്ക്ക് അറിയിക്കുമ്പോൾ നിങ്ങളുടെ നല്ല പ്രയോഗമാണ്. നമ്മുടെ ആൾക്കാർ എന്തെല്ലാം വിശേഷണം കൊടുത്താച്ചാ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ, റവറൻ, സോ ആൻഡ് സോ. ഇനി ആള് പിന്നെ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ലോകത്തിന് വെളിയിലും എല്ലാം പുള്ളി എന്തെല്ലാം വിശേഷണങ്ങളാണ്. ഇവിടത്തെ ഈ മനുഷ്യനെ പറ്റി പറയാ നിങ്ങളുടെ സഹോദരൻ. ഇന്ന് നമ്മുടെ ഓവർസിയറെയോ സൂപ്രണ്ടിനെയോ IPCയുടെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ഷാരോന്റെ പ്രസിഡന്റിനെയോ വല്ലോ സഹോദരനെങ്ങാനും വിളിച്ചാൽ നല്ല പുകില. അവനെ ഒന്നെങ്കിൽ അട്ടപ്പാടിക്ക് ട്രാൻസ്ഫർ ആക്കുമില്ലേ, അവനെ ഇവന്മാരെല്ലാം കൂടി നിങ്ങളല്ല ഇങ്ങനെ പമ്മിയിരിക്കുന്നത്. ഉള്ള കാര്യം കൊല വിളിക്കും.
അതുകൊണ്ട് വരുന്ന ഉപദേശിമാരെല്ലാം അങ്ങ് താങ്ങുക. ശ്രേഷ്ഠദാസൻ, വിലയേറിയ ദാസൻ, അതിനെ പുള്ളി തന്നെ ഇങ്ങനെ പൊങ്ങുക. മഹത്വമൊക്കെ ദൈവത്തിനാ കേട്ടോ. അല്ല, ചിലരെ ഇങ്ങനെ പൊക്കിയില്ലെങ്കിൽ അവന് പിന്നെ പണി കൊടുക്കും. അത് പേടിച്ച് ഒരു കൺവെൻഷന് തന്നെ വരുന്നവരെല്ലാം ഈ പ്രസിഡന്റിനെ അങ്ങ് പൊക്കുക. ഓവർസിയർ, സൂപ്രണ്ട്, പ്രസിഡന്റ്. അതല്ല, ഇവർ പറയണം, ബ്രദറെ ആരേലും ഒരു വാക്കൊന്ന് പറഞ്ഞു, പിന്നെ അധികം വരുന്നവനെല്ലാം കയറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ നന്ദിവാചകം പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഏതാ കൺവെൻഷനൊക്കെ എല്ലാവരും അങ്ങ് നന്ദിവാചകം. എന്തിനു? നമ്മളെല്ലാം കൂടെ ദൈവത്തിന് നന്ദി പറയണം. ഇപ്പൊ എനിക്ക് നന്ദി പറയേണ്ട ഒരു കാര്യവുമില്ല. അതിനാ ഞാനും ദൈവദാസനും നമ്മളെല്ലാം കൂടെ ദൈവത്തിന് നന്ദി പറയണം. ചില പറയുന്നുണ്ട് തിരക്കുകളുടെ നടുവിൽ ബദ്ധപ്പാടുന്ന എന്തോ തിരക്ക്. ഇതല്ലേ നമ്മുടെ പണി. ഇതിനിടയ്ക്ക് വേറെ പണി വല്ലതും ഉണ്ടോ? നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തിന് നന്ദി പറയണം. എൻ്റെ ഈ പോയിന്റ് ഇഷ്ടം പോലെ ഉണ്ട്. ആരെങ്കിലും വിളിച്ചില്ലെങ്കിലോ? അപ്പൊ ആദ്യം ദൈവത്തിന് നന്ദി പറയണം. പിന്നെ വരുന്നവര് ഈ നടത്തിപ്പുകാർക്കാണ് നന്ദി പറയണ്ടേ. നമ്മുടെ പേര് മറന്നുപോയി. ഇവിടുത്തെ പാസ്റ്റർ ആരാ? കുര്യാച്ചൻ എവിടെ പോയി? കുര്യാച്ചൻ മുങ്ങിയോ? അല്ല, ഇത് കറിയാമ്പ. നമ്മളാ ഇവിടെ വന്നിരിക്കും. എവിടെ പോയി? അവൻ വിളിക്കുന്നവരെ കൊടുകയും ഇവിടെ അവിടെ. ഞാന് ദൈവത്തിന് നന്ദി പറയണം. നന്ദി പറഞ്ഞതിന് ശേഷം ഈ ദൈവദാസന് ഇവിടുത്തെ സഭയ്ക്കും നന്ദി പറയണം. കാരണം അവരെ ഇങ്ങനെ ഒരു ദിവസത്തെ യോഗം ക്രമീകരിച്ച് എന്നെ വിളിച്ചത് കൊണ്ടല്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന പോയിന്റ് ഇറക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പോയിന്റുമായിട്ട് കാവാലത്തിരിക്കുകയല്ലേ. ഏത് കോമച്ചാരി വിളിക്കാനാ? പാട്ടുകാര് ദൈവത്തിന് നന്ദി പറഞ്ഞു, ഇവർക്ക് നന്ദി പറയണം. പാട്ടെല്ലാം കയ്യിലുണ്ട്, ഇതുപോലെ പാടാൻ സ്റ്റേജില്ലെങ്കിലോ? തന്നെയല്ല, ഞാൻ അങ്ങ് തുറന്ന് പറയാം, ദൈവദാസന്മാരൊന്നും അങ്ങനെ 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 നന്ദി. കാരണം വചന ശുശ്രൂഷ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സ്വോത്രകാഴ്ചയും തന്നാ വിടുന്നത്. പിന്നെ ഞങ്ങൾക്ക് തന്നെ നന്ദി പറയാനാ? വെറുതെ പ്രസംഗിക്കാനേ പുള്ളി ഒന്നും മേടിക്കാനാ പോയത്. അല്ല, കണക്ക് പറഞ്ഞ് മേടിക്കുന്ന ബിരുദന്മാരുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് പിന്നെയും നന്ദി പറയുക. പാട്ടുകാർക്കും അങ്ങനെ അവരും കണക്ക് പറഞ്ഞാൽ മേടിക്കുന്നത്. ഒരു ദിവസത്തേക്ക് ഇത്ര, അത് ചിലവുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അവർക്ക് നന്ദി പറയണ്ട. അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു വെച്ച് കുര്യച്ചന് നന്ദി പറയണം. ഇതാ അതിൻ്റെ മൈക്ക് സെറ്റുകാർ. ഇവരിത് ചുമ്മാ അവിടെ ഇരുന്നാൽ തുരുമ്പടിച്ച് പോവുകയല്ലേ ഉള്ളൂ. അപ്പം അവരും ദൈവത്തിന് നന്ദി പറഞ്ഞു വെച്ച് ഇവർക്കും നന്ദി പറയണം. വീഡിയോക്കാർ ഇതെല്ലാം ചുമ്മാ വെച്ചോണ്ടിരുന്നാലോ ആരും കാണാൻ. അപ്പം ചെയ്യേണ്ട കാര്യം നമ്മളെല്ലാം ദൈവത്തിന് നന്ദി പറയണം. ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നു, ആയുസ് നൽകി, ആരോഗ്യം നൽകി, ഒന്നിച്ചു കൂടാൻ അവസരം നൽകി. അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിനാന്നേലും ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ഈ നന്ദി അതൊരു പ്രത്യേക പ്രോഗ്രാം ആക്കിയിരിക്കുക. പിന്നെ വരുന്നവൻ്റെ കസർത്ത്. ഇന്നാളെ ഒരു കല്യാണത്തിന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിഭവസമൃദ്ധമായ നല്ല ടേസ്റ്റി ഫുഡ് കഴിച്ചില്ല, അതിന് മുന്നേ ഇവൻ അങ്ങ് താങ്ങുക. കഴിച്ചല്ലേ പറയേണ്ടത്, നല്ലതാണോ? എടാ, ഒരു പ്ലേറ്റിന് ഇത്ര രൂപ വെച്ച് അവൻ ചോദിച്ചു മേടിക്കണം. അവൻ എന്നാ നന്ദി പറയാനാ? അവനാ നന്ദി പറയേണ്ടത് ദൈവത്തിന്. ദൈവമേ, ചെമ്പും അടുപ്പും അല്ല അവിടെ ഇരിക്കുക, ഒരുത്തരും വിളിച്ചില്ലല്ലോ. വെറുതെ അന്നേ നമുക്ക് നന്ദി പറയുന്നുണ്ട്, കുഴപ്പമില്ല. അവിടെ ഞാൻ ഇത്രയും കയറി പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് വിട്ടേക്കാം. വെറുതെ ആലോക്യം ഉണ്ടാക്കണ്ട. നമ്മളെല്ലാം ദൈവത്തിന് നന്ദി പറയണം. അത് നമ്മുടെ വിഷയത്തിൽ വരുമ്പോൾ യോഹന്നാൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങളുടെ സഹോദരൻ, നല്ല പ്രയോഗമാണ്. നിങ്ങളുടെ ഈ പത്രോസ് പൗലോസിനെ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തിയത്, അങ്ങനല്ലയോ? പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15 ഒന്ന് വായിച്ചേ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും. പത്രോസ് പൗലോസിനെ സംബോധന ചെയ്യാം, സഹോദരൻ. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് 10-14 ലേഖനം എഴുതി. എന്തോ പ്രഗൽഭന. പക്ഷെ പരിചയപ്പെടുത്തുക നമ്മുടെ ഇന്നത്തെ പത്രോസ്, ഇന്നത്തെ പൗലോസിനെ എങ്ങാനും ഇങ്ങനെ സഹോദരൻ എങ്ങാനും സംബോധന ചെയ്ത, അയ്യോ,
ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ട എല്ലാം ഞാനങ്ങ് വിടുക. അപ്പോൾ യോഹന്നാൻ ഞാൻ കണ്ടെന്ന് ഞാൻ കാല പരുവത്തിനാക്കിക്കോളാം. 9 വാക്യം ഒന്നുകൂടെ വായിച്ചേ. 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും സകലതയിലും രാജ്യത്തിലെ കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാന് ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ 2 കാര്യത്തിന് നാട് കടത്തപ്പെട്ടത്. ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും. എന്റെ പ്രിയരെ, ശരിക്ക് വചനം പറഞ്ഞ പ്രശ്നമാണ്. ശരിക്ക് വചനം പറഞ്ഞ പ്രശ്നമാണ്. ശരിയായ നിലയിൽ സാക്ഷ്യത്തോടെ നിന്നാലും പ്രശ്നമാണ്. പക്ഷെ അതിന് നടുവിൽ കർത്താവ് നിന്റെ കൂടെ കാണും. യോഹന്നാൻ നാട് കടത്തപ്പെട്ടത് അടിപിടി ഉണ്ടാക്കിയോ അലോഗ്യം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ മറ്റുള്ള ദോഷമൊന്നും ഒപ്പിച്ച് പോയതല്ല. ഇന്ന് അങ്ങനെ പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. നാട്ടുകാരുടെ പാസ്പോർട്ടും എല്ലാം മേടിച്ച് വെച്ച് മുങ്ങും. 5 കൊല്ലം കഴിഞ്ഞ് വെച്ച് എറണാകുളത്ത് റവറൻ്റായിട്ട് പൊങ്ങും. എനിക്കറിയാം ചിലരെ ചിട്ടി നടത്തി പൊട്ടി. ഇപ്പോഴും പൈസ എത്ര എണ്ണത്തിന് കൊടുക്കാറുണ്ട്. അവസാനം പിന്നെ വരുമ്പോൾ നമ്മൾ ടൈവൊക്കെ കെട്ടി പുള്ളിയുടെ ഫോട്ടോ ഡോക്ടർ റവണൻ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്. യോഹന്നാൻ അങ്ങനൊന്നും മുങ്ങിയതല്ല. യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനം പത്മോസ് ദ്വീപിൽ കർത്ത ദിവസത്തിൽ വായിച്ചു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾ കെടുത്തുക എന്ന കാഹളത്തുണത്തിന്റെ ശബ്ദം എന്റെ പിറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ചു വാറത്ത് ഒൻകച്ച് കെട്ടവനെ മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. അടുത്തതാ, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ. അതെ, നിങ്ങൾക്ക് ആ ഭാഗം അറിയാവുന്നുണ്ട്. ഇനി വായിപ്പിച്ച് സമയം കളയുന്നില്ല, സമയവും മുൻപോട്ട് പോകുന്നു. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ യോഹന്നാൻ പത്മോസിൽ വെച്ച് ദർശിക്കുക എന്ന് പറഞ്ഞാൽ പലസ്തീനിൽ കണ്ട ക്രിസ്തുവല്ല അവൻ പത്മോസിൽ കണ്ടത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിനെ നന്നായിട്ടൊന്ന് കാണണം, രുചിച്ചറിയണം, അനുഭവിച്ച് ഇന്ന് രാത്രി തിരിച്ചു പോകാൻ. വിവരിക്കുന്നില്ല, മുമ്പോട്ട് ഓടിച്ചു പോകുക. ആ കർത്താവിനെ മുഖത്ത് സമയത്തെ ഭയപ്പെടുക. എന്നോട് ചുമതലപ്പെട്ടവർ സമയം പറഞ്ഞു, ആ കൃത്യസമയത്ത് നിർത്തും. അപ്പോൾ യോഹന്നാൻ നാട് കടത്തപ്പെട്ടു. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ദർശിച്ചു. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. അതിൽ നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് പെർഗമോസ് സഭയുടെ ദൂത വായിച്ചത്. അതിന്റെ 12-ാം വാക്യം ഒന്നുകൂടെ വായിക്കുക. 3-ാമത്തെ സഭ. ജയിക്കുന്നവനെ 12-ാം വാക്യം. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വചനത്തിൽ നല്ല തിട്ടമുള്ളവരാ. അപ്പൊ 7 സഭകളാണ് ഈ ദൂത് കൊടുക്കുന്നത്. ഈ 7 സഭയോട് ദൂത് പറയുമ്പോൾ, ഇനി ഈ ദൂത് പറയുമ്പോൾ അതിന് ചില പൊതുവായ തത്വമുണ്ട്. ദൂത് പറയുമ്പോൾ കർത്താവ് ഏത് സഭയോട് ദൂത് പറഞ്ഞാലും ആ ദൂതുകൾക്ക് പൊതുവായ തത്വമുണ്ട്. എന്തുവാ തത്വം? 1, കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദിക്കാൻ എന്തേലും ഉണ്ടെ കർത്താവ് അഭിനന്ദിക്കും. 3, ആക്ഷേപം വല്ലതും ഉന്നയിക്കാനുണ്ടെങ്കിൽ സൂക്ഷം കർത്താവ് ആക്ഷേപിക്കും. 4, നല്ലതുപോലെ വിവേചിക്കും. 5, വിവേചനം കഴിഞ്ഞൊരു പ്രബോധനം കൊടുക്കും. 6, പ്രബോധനത്തിന് അനന്തരം ഒരു മുന്നറിയിപ്പ് കൊടുക്കും, വാണിങ്. 7, പ്രതിഫലം വല്ലതും ഉണ്ട് അതും പറയും. ഇതാണ് എല്ലാ സഭയോടും പറയുന്ന ദൂതിന്. കർത്താവ് ദൂത് പറയുമ്പോഴല്ല അതിന് തത്വമുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ ചിലർ ദൂതൊക്കെ പറയുന്നു, ഒരു തത്വമില്ല, വെളിവുമില്ല. വെള്ളിയാഴ്ചയിൽ 85 അന്ന് അപ്പച്ചനോട് 15-കാരൻ പയ്യൻ പറയാം, മകനെ. ഉടനെ അപ്പൻ തന്തയ്ക്കും വെളിവില്ല, എവനും വെളിവില്ല. 85 എന്ന വല്യപ്പനോട് 15 എന്നവൻ
പറയോ മകനെ, ഉടനെ വല്യപ്പനും രണ്ടിനും വെളിവില്ല. ദൈവം ദൂത് കൊടുക്കുകയാലെന്നല്ല പറഞ്ഞത്. എടാ, ഒരു സാമാന്യ മര്യാദയില്ലേ? 85 അന്ന് അപ്പച്ചനോട് വേണമെങ്കിൽ ദൂത് പറഞ്ഞു. അപ്പച്ചനോട് ദൈവം ഇന്ന തന്നെ അറിയിച്ചു. അതാ ഇതിന്റെ മര്യാദ. അല്ലാതെ അപ്പന്റെ തലയിൽ വെച്ച് മകനെ. 13 വയസ്സുള്ള പെങ്കൊച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. 13 വയസ്സുള്ള പെങ്കൊച്ച് പ്രായമുള്ളൊരു തള്ള. അന്ന് ചട്ടയും മുണ്ട് കൊടുത്ത തള്ളയാ. ചെന്ന് പറയാം മകളെ. ഉടനെ തള്ള അതായത് പറഞ്ഞ വെളിവൊന്നുമില്ല ഇതിന്. കർത്താവ് ദൂത് പറയുമ്പോൾ അതിനെല്ലാം തത്വങ്ങളുണ്ട്, അടിസ്ഥാന തത്വമുണ്ട്. അതിൻ്റെ മുമ്പോട്ട് പോകാം. ഇപ്പോഴത്തെ കുറെ ദൂത് പറച്ചിലുകാരൊക്കെ ഉണ്ട്, എന്തെല്ലാം ബെടലത്തരമാണെന്നറിയാം. പിന്നെ ചിലര് പറഞ്ഞത് പൊട്ടക്കണന്റെ മാവേലേറ് പോലെ അങ്ങ് ഒത്തു അല്ലാതെ ഇത് ദൂതൊന്നും അല്ല, ഒക്കുക അങ്ങ്. സാമാന്യ ബുദ്ധി കൊണ്ടൊക്കെ ചിലത് പറയാം, അങ്ങനെ പറയുന്നവരുമുണ്ട്. നമ്മളിടെ കണ്ടിട്ടില്ലേ, ചില മനോഭാരത്താൽ വലിയുന്ന ചിലരെ കാണുന്നു. ഇരിക്കുന്ന മുഴുവൻ അതാണ്ട് കണ്ടില്ലേ. ഉടനെ അടുത്ത പോയിന്റ്, ചില രോഗികളെ കാണുന്നു. രോഗമില്ലാത്ത ഒരാൾ കൈപൊക്കിക്കേ, ഇപ്പൊ കൊണ്ട് ആശുപത്രി കയറ്റാൻ പോവാ. ഒരു 10 ലക്ഷം രൂപയുടെ രോഗമുണ്ട് നിന്റെ ദേഹത്ത്. ഇപ്പം ഇത് ബിസിനസ് ആയതുകൊണ്ട് 10 അല്ല, അത് കൂടുതൽ വരും. ഇത് ചുമ്മാ അങ്ങ് ഓരോന്ന് പറയുക. ഇത് അങ്ങനല്ല ദൂത്. കർത്താവ് ദൂത് പറയുമ്പോൾ, വിശേഷിച്ച് സഭയോട് ദൂത് പറയുമ്പോൾ പൊതുവായ തത്വമുണ്ട്. അതിലൊന്ന്, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ഇവിടെ പെർഗമോസ് സഭയ്ക്ക് പരിചയപ്പെടുത്തുക. 12-ാം വാക്യം വായിച്ച് എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? 12. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. പിന്നെ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ അരുളി ചെയ്യുന്നത് ഉള്ളവൻ അരുളി ചെയ്യാം. ഇതിനൊരു ചരിത്രം. അന്നത്തെ കാലത്ത് സഭയ്ക്ക് പീഡ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന കാലവുമുണ്ട്. എന്നാൽ പെർഗമോസിന്റെ ചരിത്രമൊക്കെ പഠിക്കുന്നവർ, ഇവിടെ നന്നായിട്ട് പഠിക്കുന്നവരും പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാ. അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചു സീസറിന്റെ ഒരു സ്റ്റാച്ചുവാ. ഒരു വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. സീസറിനെ വണങ്ങിയില്ലെങ്കിൽ, ആരാധിച്ചില്ലെങ്കിൽ, കുമ്പിട്ടില്ലെങ്കിൽ അവന് പെടലി വെട്ടും. അക്കാലത്ത് ഒരുമാതിരിപ്പെട്ടവരെല്ലാം സീസറിനെ വണങ്ങുക. എന്നാൽ വണങ്ങാത്ത ചിലരുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടൊരു ശേഷിപ്പ്. അവര് സീസറിനെ ആരാധിക്കത്തില്ല, സീസറിനെ വണങ്ങത്തില്ല. കാരണം അവൻ ഒരു മനുഷ്യനെയും ആരാധിക്കരുത്, ഒരു മനുഷ്യനെയും വണങ്ങരുത്. വിഗ്രഹമോ സ്തംഭമോ സ്തൂപമോ രൂപമോ സാദൃശ്യമോ ഒന്നും പാടില്ല. ആകാശത്തിന് കീഴിലുള്ളതാകട്ടെ, ഭൂമിയിലുള്ളതാകട്ടെ, വെള്ളത്തിൽ ചരിക്കുന്നതാകട്ടെ, മൃഗമാകട്ടെ, മത്സ്യമാകട്ടെ, ഇടജാതിയാകട്ടെ, മൃഗജാതികൾ ഒന്നിൻ്റെയും ഒരു രൂപമോ സാദൃശ്യമോ ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിച്ച് നീ അതിനെ വണങ്ങരുത്. ദൂതനെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, മൃഗങ്ങളെ ആരാധിക്കരുത്, പ്രകൃതിയെ ആരാധിക്കരുത്, ഒരു ചരാചരത്തെയും ആരാധിക്കരുത്. ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്. അപ്പൊ സീസറെ വണങ്ങാൻ പറഞ്ഞാൽ പ്രമാണമുള്ളവൻ വണങ്ങുകയല്ല. അങ്ങനെ ചിലരെയൊക്കെ നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ പീഡ അനുഭവിച്ചവര് പീഡയിൽ കൂടിയൊക്കെ പോയപ്പോൾ ആ സഭയോട് പറയുക, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ, ഒന്നുകൂടെ വായിച്ചേ മോളെ, 12-ാം വാക്യം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ സീസറിന്റെ കയ്യിലിരിക്കുന്ന വാളിന് ഒരു വശത്തെ മൂർച്ചയുള്ളൂ. എന്നാൽ സീസറിനേക്കാൾ ഉന്നതനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വാളിന് 2 വശത്തും മൂർച്ചയാണ്. ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവം ആരാന്ന് മനസ്സിലാക്കണം. നീ ആരാധിക്കുന്ന യേശു ആരാന്ന് മനസ്സിലാക്കണം. അവൻ ലോകത്തിന്റെ പീഡകള്, ലോകത്തിന്റെ കുരുക്കുകൾ കണ്ട് പേടിക്കരുത്, ഭയപ്പെട്ടു പോകരുത്. നമ്മളോട് ദൂത് പറയുന്ന നമ്മുടെ കർത്താവ് ഈ വായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയവൻ.
വായ്ത്തല രണ്ടിനാലും ശത്രുക്കളെ അരിഞ്ഞു. വായ്ത്തല രണ്ടിനാലും ശത്രുക്കളെ അരിഞ്ഞു. വീട്ടുന്ന കറ്റമൊന്നു കൈയിൽ പിടിച്ചവനെ യേശു നായക വാഴ്ക ജീവദായക നിരന്തം. യേശു നായക വാഴ്ക ജീവദായക നിരന്തം. ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ. ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശന മായാവിമോകമല്ല വീയാർന്നു മണ്ടിടുമേ. മായാവിമോകമല്ല വീയാർന്നു മണ്ടിടുമേ. യേശു നായക വാഴ്ക ജീവദായക നിരന്തം. യേശു നായക വാഴ്ക ജീവദായക നിരന്തം. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിച്ച് മുമ്പോട്ട് പോകാം. ഈ സഭയോട് ദൂത് പറയുക. നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരെന്ന് ചോദിച്ചാൽ, ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ ആരല്ല ചെയ്യുന്നേ? സീസറിന്റെ വാളിന് ഒരു വശം മാത്രമേ മൂർച്ചയുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന വാള് രണ്ട് വശവും മൂർച്ചയുള്ളതാണ്. ഓടിച്ചു പോകാൻ കർത്താവ് സഭയ്ക്കൊന്ന് പരിചയപ്പെടുത്തി. 2 അഭിനന്ദനം. എന്തുവാ അഭിനന്ദനം? 13-ാം വാക്യം വായിച്ചേ. 13. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. അടുത്തത്, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്തു തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പൊ കർത്താവ് സഭയെ അഭിനന്ദിച്ചപ്പോ 2 കാര്യമായി എടുത്തു പറഞ്ഞത്. ഒന്ന്, ആമേൻ സ്തോത്രം, നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു. 2, എങ്കിലുള്ള വിശ്വാസം നീ നിഷേധിച്ചില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് നമ്മളെ ഒന്ന് അഭിനന്ദിക്കണം. കർത്താവിൻ്റെ വിശേഷത, അഭിനന്ദിക്കാൻ അർഹതയുള്ളവനെ കർത്താവ് അഭിനന്ദിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിന് ഇവനിൽ നല്ല അഭിനന്ദനമാണ്. ഒരിക്കൽ യേശു പറഞ്ഞു, അയ്യോ ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം, അഭിനന്ദനം. ഒരിക്കൽ വേറൊക്കെ പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാ. ഒരിക്കൽ യേശു പറഞ്ഞു, ബർയോനാശി മോനെ, ഇത് ജഡരക്തമൊന്നുമല്ല, വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാവാ. ഒരിക്കൽ സ്വച്ഛജടമാംസി തൈലമെടുത്ത് കർത്താവിൻ്റെ തൃക്പാരത്തിൽ പൂശിയപ്പോൾ പണസഞ്ചിയായിട്ടിരുന്ന യൂദ കയറി ഉടക്കി. കർത്താവ് പറഞ്ഞു, വിട്, അവൾ എൻ്റെ ശവസംസ്കാര ദിവസത്തിന് ചെയ്തിരിക്കുക. അപ്പൊ കർത്താവ് ഈ അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കും. അത് നമുക്കും ഒരു മാതൃകയാണ്. ഞാൻ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ കണ്ടാൽ അഭിനന്ദിക്കും. അത് പറയും, അത് പാപമൊന്നുമല്ല. ചില പറയും അങ്ങനൊന്നും പറയരുത്, അവർ നെകളിക്കുമെന്ന്. അത് ചുമ്മാ അസൂയ കൊണ്ട് പറയാത്തതാണ്, കുശുമ്പ് കൊണ്ടാണ് പറയാത്തത്. ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്ന സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഉണ്ട്, അവരെ അഭിനന്ദിക്കും. എനിക്കറിയാം, ചില സദസ്സിലൊക്കെ ഞാനിവിടെ ഇരിക്കുന്ന സദസ്സിൽ നന്നായിട്ട് ശാന്തമായിട്ട് നിന്ന് വചനം പറയുന്ന ദൈവദാസന്മാരുണ്ട്. വലിയ ബഹളവും എപ്രാളവും ഒന്നുമില്ല. അവർക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് നിന്ന് വളരെ അടുക്കിടക്കായിട്ട് ഞാൻ യോഗം കഴിയുമ്പോൾ ഞാൻ പറയും, വളരെ നന്നായിരിക്കുന്നു. അത് പറയുന്നതിന് എന്നാ? നമ്മുടെ ആൾക്കാരുടനെ അത് കേട്ടാൽ പറയും, ആത്മാവില്ലെന്നാണ് തോന്നുന്നത്. ആത്മാവില്ലേ പിന്നെ അയാൾ ഇവിടം വരെ വരുവോടോ? അടുക്കിടക്കായിട്ട് വചനം പറയുന്നവരുണ്ട്, അത് അഭിനന്ദിക്കണം. നന്നായിരിക്കുന്നു. അപ്പൊ നല്ല കാര്യമാണെങ്കിൽ അത് നന്ന് പറയണം. ദൈവത്തിന് മഹത്വം. കർത്താവ് മാതൃകയാണ്. 2 കാര്യമാണ് ഈ പെർഗമോസുകാരെ പറ്റി പറയുന്നത്. ഒന്ന്, എൻ്റെ നാമത്തെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നാമത്തെ മുറുകെ പിടിക്കണം. ഏത് നാമം? യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാ. ഇന്ന് രാത്രി ആ നാമം ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ഈ നാമത്തിൽ പാപമോചനമുണ്ട്, ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്, ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും, ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രി രോഗികളായി നിരാശരായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ നാമത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി നിനക്ക് വിടുതല. സ്വർലോകരുടെ ഭൂലോകരുടെ യാതോലോകരുടെ
മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഇന്ന് രാത്രി നാമത്തിൽ രോഗശാന്തിയുണ്ട്. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. കുരുടര് കാണുന്നു, ചെകിടര് കേൾക്കുന്നു, മുടന്തര് നടക്കുന്നു, ഊമര് സംസാരിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. മരിച്ചവന്റെ മഞ്ചത്ത് തൊട്ടപ്പോൾ ചെറുക്കൻ ചേടി എണീറ്റു. ഇന്ന് രാത്രി ഈ നാമം ശക്തിയുള്ള നാമം. വാനിലും ഭൂവിലും മേലായ നാമം വന്നിതമല്ലഭ നാമമത. വാനിലും ഭൂവിലും മേലായ നാം വന്നിതമല്ലഭ നാമമത. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും യേശുവിന്റെ തിരുനാമത്തിന് ഇന്നും എന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നും എന്നും സ്തുതി. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത. സങ്കടം ചഞ്ചലം ഭയം മുറ്റുമകറ്റിടും നാമമത. ഭയം മുറ്റുമകറ്റിടും നാമമത. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നും എന്നും സ്തുതി. യേശുവിന്റെ തിരുനാമത്തിന്. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കേ. അവിടെ ഞാൻ ഇടയ്ക്കങ്ങ് ലോപിച്ച് നിർത്തുക കർത്താവിന്റെ മഹത്വം. അപ്പൊ ഒന്ന് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ഇരുവായ്ത്തല വാളുള്ളവനാണ്. സീസറിന്റെ ഒരു വശത്തെ വാളിന്റെ മൂർച്ച കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഞാൻ രണ്ട് വശവും മൂർച്ചയുള്ള വാളുള്ള എൻ്റെ ഇരിക്കുന്നത്. രണ്ട്, അഭിനന്ദനം. ഒന്ന്, എന്റെ നാമത്തെ നിങ്ങൾ മുറുകെ പിടിച്ചു. രണ്ട്, എനിക്കുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. വിശ്വാസം നിഷേധിച്ചില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണമാണ്. യൂദാ കൊടുത്തിരിക്കുന്ന പ്രയോഗം നമുക്കറിയാം. ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം, അത് അതിവിശുദ്ധ വിശ്വാസം. അത് കളഞ്ഞില്ല. 10 പുത്തം കിട്ടുമെന്ന് ഓർത്ത് ഉപദേശം മാറ്റരുത്. ആരേലും ഒരു വീട് മേടിച്ചു തരുന്ന, ഒരു കാറ് മേടിച്ചു തരാന്ന് പറഞ്ഞാൽ നീ പ്രമാണം മാറ്റരുത്. ഒരു കസേര തരാന്ന് പറഞ്ഞ ഉടനെ എടുത്തെറിഞ്ഞേച്ച് നീ പോകരുതെന്നായി പറഞ്ഞത്. എത്ര എണ്ണം അങ്ങനെ പോയി കിടന്ന് കുഴയുന്നു ഇല്ലേ? എത്ര എണ്ണം അവസാനം കുഴഞ്ഞ് പോട്ടെ, ഒന്നും പറയുന്നില്ല ഞാൻ. പട്ടിണി കിടക്കേണ്ടി. നമ്മളൊരു പാട്ട് പാടുകല്ലേ, കയ്പുള്ള വെള്ളം. ആ പാട്ട് തർക്കത്തിൽ കിടക്കുന്ന പാട്ടായതുകൊണ്ട് ഇന്നയാൾ എഴുതിയതാന്ന് ഞാനിപ്പം മിണ്ടുകയില്ല. എല്ലാം മോഷ്ടാക്കൾ ഇഷ്ടം പോലുള്ളത് കൊണ്ട് ഇപ്പം ഇന്നയാടെ പാട്ടാന്ന് പറഞ്ഞാൽ മറ്റവർ എതിർക്കും. അവരുടെയാന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ആരുടെയാന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എനിക്കറിയത്തില്ല. പക്ഷെ വരി നല്ലതാണ്. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നാട്. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും മതി 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 മതി. അപ്പൊ ശ്രദ്ധിച്ചേ, സമയം പോകുന്നു. അപ്പോൾ ഈ വിശ്വാസം നിഷേധിച്ചില്ല. എന്റെ പ്രിയരെ, വിശ്വാസ പ്രമാണം നഷ്ടപ്പെടുത്തി കളയരുത്. ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് യൂദാ 3 അങ്ങനെ വായിക്കുന്നത്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വരുമ്പോൾ അവരുടെ നടുവിൽ ഈ വിശ്വാസം നിഷേധിക്കരുത്. നിർത്തുക. 1-2 കാര്യം വേഗത്തിൽ പറഞ്ഞ് നിർത്താം. 1, പരിചയപ്പെടുത്തി. 2, അഭിനന്ദനം. 3, ആക്ഷേപം. അതുകൂടെ പറഞ്ഞേച്ചാൽ ആ ഭാഗം അങ്ങ് വിടാം, അതേ ഒക്കുവുള്ളു. ആക്ഷേപം. എന്തുവാ ആക്ഷേപം? ആ 14-15 വാക്യം വായിച്ചേ.
അവണ്ണം നിക്കിലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. 14-ാം വാക്യം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചു. രണ്ട് ആക്ഷേപം ഉന്നയിച്ചു. ഒന്ന് നിക്കലോവിയ ഉപദേശവും, രണ്ട് ബിലയാമിന്റെ ഉപദേശം. അത് രണ്ടും നിന്ന് പറയാനുണ്ട്. ഈ പെർഗമോസ് സഭയ്ക്കകത്ത് നിക്കലോവിയ ഉപദേശം, അതിനെപ്പറ്റി വേദപുസ്തകം പഠിച്ച ആൾക്കാർ, നന്നായിട്ട് പഠിച്ചവർ പറയുന്നത് നിക്കലോവിയ ഉപദേശം എന്ന് പറഞ്ഞാൽ, എന്നെ പെട്ടെന്ന് മനസ്സിലാക്കാം, ജനം ജയിക്കുന്നു. നിക്കോ ലോവോസ്, രണ്ട് പദം, നിക്കോ ലോവോസ്, ജനം ജയിക്കുന്നു, ദൈവം തോക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഇഷ്ടമല്ല, ബന്ധുക്കോസുകാർക്ക് പലർക്കും ഇഷ്ടമല്ല. ഇന്ന് ഈ സഭയ്ക്കകത്ത് നടക്കുന്ന ഇലക്ഷനെ പറ്റിയായി പറയാൻ. ജനം ജയിക്കുക, ഈ വോട്ട് പിടുത്തവും സ്ഥാനപ്പിടുത്തവും കസേരകളിയൊക്കെ, അതാ ഞാൻ ഇന്ന് ഒന്നും പറയുന്നില്ല. ജനം ജയിക്കുക, അതിന് തത്തുല്യമായ ഒരു പ്രയോഗം വേദപുസ്തകത്തിലുണ്ട്. അബ്ശാലോം ദാവീദിനെ ഒതുക്കിയ രാജാവായി. ഒടുവിൽ അബ്ശാലോം മരിച്ചു. മരണവാർത്തയൊക്കെ നമുക്കറിയാം, അങ്ങനത്തെ മരണമാണ്. അപ്പൊ ജനം പറയുന്നൊരു പദമുണ്ട്, നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തെന്ന് അബ്ശാലോം പടകിൽപ്പെട്ടു. 19:10 ശമൂവേലിന്റെ 2-ാം പുസ്തകം 19:10 ഒന്ന് വായിച്ചേ. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി. അല്ല, അത് മതി. ജനം ജയിക്കുക. എന്റെ പ്രിയരെ, ഒരു കാര്യം പറയാം. ഒരു വ്യക്തി സഭയുടെ ചുമതലക്കാരനായി വരണമെന്ന് ദൈവത്തിന് തിരികിതമുണ്ടെങ്കിൽ സമയമാകുമ്പോൾ ദൈവം തന്നെ ആ സ്ഥാനത്ത് കൊണ്ടുവരും. ഞാൻ നിങ്ങൾ സൂത്രബുദ്ധി കാണിച്ചാൽ, സൂത്രവും തട്ടിപ്പും കാണിച്ചാൽ അത് ശരിയാവുകയില്ല. നിങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കയീനെ ഒരു പട്ടണം പണിതു, എന്നിട്ട് അവൻ്റെ മോൻ്റെ പേരിട്ടു ഹാനോക്ക്. പിൽക്കാലത്ത് ഈ പട്ടണമെല്ലാം അറിയപ്പെടുന്നത് ഹാനോക്ക് പട്ടണമെന്നാണ്. സൂത്രം കാണിച്ചതാ. പക്ഷേ ഈ പേരും ഈ പട്ടണമൊക്കെ എത്ര നാളുണ്ടായിരുന്നു? വെള്ളപ്പൊക്കം വരെ. വെള്ളം വന്ന് പൊങ്ങി, പട്ടണവും തീർന്നു, പേരും തീർന്നു. പക്ഷേ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കുണ്ട്. അവൻ ഇന്നും ജീവിക്കുക. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് ദൈവം അവനെ എടുത്തുകൊണ്ടെന്ന. അപ്പോൾ സൂത്രബുദ്ധി കാണിച്ചു ഒന്നും നേടരുത്. നിക്കോലോവാസ് അവരുടെ ഉപദേശം, നമുക്ക് ആ ഭാഗം വിടാം. ബിലിയാമിന്റെ ഉപദേശം എന്താ? ബിലിയാമിന്റെ ഉപദേശം അതൊക്കെ നിന്ന് പറയേണ്ടതാണെങ്കിൽ വേറെ പുസ്തകം പഠിക്കുന്നവരിവിടെ ഉണ്ടല്ലോ. എന്താ ബിലിയാമിന്റെ ഉപദേശം? ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഈ ബിലിയാമിനെ പറ്റി പഠിക്കുന്നത്, ബിലിയാം നല്ല കാര്യമാണ് പറഞ്ഞേ. സംഖ്യാപുസ്തകം 22, 23, 24 ഈ ഭാഗത്തെല്ലാം ബിലിയാം നല്ല കാര്യം, സുഭാഷിതമെന്നാണ് കൊടുത്തേക്കുന്നത്. നല്ല കാര്യമാണ് പറഞ്ഞത്. പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും അവിടെ പറഞ്ഞതായിട്ട് ഒറ്റ വാക്യമില്ല. ഒന്ന് വായിച്ചേ. 23-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 23-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും 24-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 4 വാക്യം വായിക്കണം. 23-ന്റെ 7, 23 18, 24 3, 24 15. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി. ഇനി അതിന്റെ 18. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങി. 24 3
അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങി. സുഭാഷിതം ചൊല്ലി. അതിന്റെ 15. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി സുഭാഷിതം ചൊല്ലി. അപ്പൊ ഈ 4 വാക്യത്തിലും സുഭാഷിതം 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 സുഭാഷിതം. നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. യാക്കോബിൽ തിന്മ കാണുവാനല്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. തന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്ന രാജകോലാഹലമുണ്ട്. യാക്കോബ് നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേൽ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. അത് നല്ല കാര്യമാണ് മുഴുവൻ. അതാ സുഭാഷിതം 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 സുഭാഷിതം. അപ്പൊ ഈ സുഭാഷിതം എല്ലാം ചൊല്ലിയപ്പോ കാശ് കൊടുത്ത പുള്ളി പറഞ്ഞു, എടാ അവരെ പ്രാകാനല്ലേ നിന്നെ വിളിച്ചത്? അതെ സാറേ, പിന്നെ നീ അവരെ കളത്തുകാന്നല്ലോ. ഉടനെ പുള്ളി പറഞ്ഞു, എൻ്റെ സാറേ പ്രാകാനാ വരുന്നത്, ഉദ്ദേശിക്കുന്നത് പ്രാകാന, പക്ഷെ വായു കൂടെ വരുന്നതല്ല, ഇങ്ങനത്തതാ. ഉടനെ പറഞ്ഞു, കാശ് തന്നതാ, ഇവനെയെല്ലാം പ്രാഗി കൊന്നേച്ച് പോകണം. അപ്പം ബാരാക്ക് പറഞ്ഞു, ഒതുക്കാങ്കി ഇനിയും കാശ് തരാമെന്ന് പറഞ്ഞു, ഇനിയും കാശ് തരാമെന്ന്, കാശ് തരാം. അപ്പം ബിലിയാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് കാശിന് ആവശ്യമുണ്ട്, പക്ഷെ എന്നെ ചെയ്യാൻ വരുന്നത് മുഴുവൻ. അപ്പം പുള്ളി പറഞ്ഞു, നീ ഒന്നുകൂടെ നോക്കി, കാശ് മേടിച്ച് വെച്ചുമ്പോൾ വിളച്ചിലിറക്കരുത്. ഒത്തിരി പേര് പലരുടെ കയ്യിൽ നിന്നും ഇങ്ങനെയൊക്കെ കാശ് മേടിച്ചായി ഉപദേശമൊക്കെ തെറ്റിക്കുന്നത്. സാഹിബിൻ്റെ കയ്യിൽ നിന്നും മദാമ്മയുടെ കയ്യിൽ നിന്നും കുരിയാച്ചനൊന്നും പിടികിട്ടുന്നില്ലേ? ഒത്തിരി പേരുണ്ടെന്ന്. ഓ പാവത്താന് പുള്ളിക്കൊന്നും പിടികിട്ടുന്നില്ല. അപ്പൊ കാശ് കണ്ടമാനം മേടിച്ചു വെച്ച് ബാരാക്ക് പറഞ്ഞു, നീ പ്രവചിച്ചു വരെ കൊല്ലാം. അപ്പൊ പറഞ്ഞു, അച്ഛാ ഞാൻ കൊല്ലാനായി പറയുന്നത്, പക്ഷെ വരുന്നതല്ല ഇങ്ങനെ. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു ചെറിയ പണി തരാന്ന് പറഞ്ഞു, ഒരു ചെറിയ പരിപാടി തരാം. ഈ സുഭാഷിതം ചൊല്ലി സുഭാഷിതം ചൊല്ലി 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 പുള്ളി പോകുന്ന സമയത്ത് ഒരു പ്രയോഗം നടത്തി. 24-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കണം. നല്ല ആക്കം കൊടുത്ത് വായിക്കണം, വിഷയം മനസ്സിലാക്കി വായിക്കണം. പ്രസംഗിക്കുന്ന വിഷയം ഗ്രഹിക്കുന്നുണ്ടോ എന്ന് വായന കേൾക്കുമ്പോൾ എനിക്കറിയാം. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്, തെറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് ആക്കം കൂട്ടി വായിച്ചേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത് ഒത്തുവരുന്നുണ്ട്, എന്നാലും ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. തെറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. അതെ, ഞാൻ പറയാം. മറ്റ് 4 വാക്യത്തിലും അവൻ സുഭാഷിതം ചൊല്ലി സുഭാഷിതം ചൊല്ലി സുഭാഷിതം ചൊല്ലി സുഭാഷിതം ചൊല്ലി. ഒടുവിൽ പോകുന്ന നേരത്ത് ഇങ്ങനെ, പിന്നെ അവൻ ഈ സുഭാഷിതവും കൂടെ ചൊല്ലി. അതാ അവന്റെ ഉപദേശം. പിന്നെ അവൻ ഈ സുഭാഷിതം അങ്ങനെ അതാ അതിന്റെ മറ്റ് 4 വാക്യത്തിലും സുഭാഷിതം ചൊല്ലി സുഭാഷിതം ചൊല്ലി സുഭാഷിതം ചൊല്ലി. കാശുമെല്ലാം മേടിച്ചു വെച്ച് പോകാൻ നേരത്ത് പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. അനന്തുവാ അവന്റെ സുഭാഷിതം. അത് വായിച്ചേ. 31-ാം അധ്യായത്തിന്റെ 16 സംഖ്യ അറിവുള്ള വാക്യമാ. സംഖ്യ 31:16. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലിയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും ഹേതുവായത്. അപ്പൊ 2 കാര്യമായി ഇവൻ ഒപ്പിച്ചു കൊടുത്തത്. ഒന്ന്, ദൈവജനം ദൈവത്തോട് ദ്രോഹം ചെയ്യണം. 2, ആ ദ്രോഹം കൂടുതൽ വരുമ്പോൾ സഭയ്ക്കകത്ത് ബാധ വരും. ഇതാണ് ബിലിയാമിന്റെ ഉപദേശം. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ഉപദേശം ഇതാ. ഇവന്റെ ഉപദേശം, ഇവരോട് യുദ്ധം ചെയ്താലൊന്നും ജയിക്കത്തില്ല. കാരണം കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. അപ്പൊ പിന്നെ ഒറ്റ പോംവഴിയുള്ളു, ഇവരുടെ വേർപാടും വിശുദ്ധിയും തകർക്കണം. വേർപാടും വിശുദ്ധിയും തകർക്കണം. അതിന് തന്നെ പോംവഴി, അതിനൊറ്റ പോംവഴിയുള്ളു. അവരെ കൊണ്ട് ഇവരെ ഓരോ കാര്യത്തിന് ക്ഷണിക്കണം. മോബാബിരെ കൊണ്ടേ അതിന് അപ്പൊ ചോദിച്ചു, ക്ഷണിച്ചാൽ ഇവർ വരുക. അതിനൊരു പോംവഴി ഉണ്ടെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ എല്ലാം കൂടെ ഒരുക്കി ഇറക്കി അങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. സ്ത്രീകളെ അപ്പൊ ചോദിച്ചു, അവർ എന്നാ കാര്യം നടക്കുമെന്ന് പറഞ്ഞു.
അപ്പൊ മോവാബി സ്ത്രീകളെ എല്ലാം കൂടെ ഒരുക്കി അങ്ങോട്ട് വിട്ടു. അവര് ലിപ്റ്റിക്കുമൊക്കെ ഇട്ട് മുടിയൊക്കെ വട്ടം മുറിച്ച് അത്യാവശ്യം ഇച്ചിരി തുണി അത്രേ ഉള്ളൂ. നമ്മുടെ ആൾക്കാരെയൊക്കെ കല്യാണ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന കണ്ടിട്ടില്ലേ പെണ്ണുങ്ങളെ? അത്യാവശ്യം ഉള്ളിപ്പം. ഇനിയിപ്പം കുറെ നാൾ കഴിഞ്ഞാൽ കണ്ണടച്ച് നിന്ന് വേണം കല്യാണമൊക്കെ നടത്താൻ. അങ്ങനത്തെ ഒരു കാലമായി. ആര് പറയാനാ? ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ പറയുമോ? അന്നേരം പറഞ്ഞാൽ പ്രശ്നമാണ്. ഇത് നേരത്തെ പറയണം. ഞാൻ ദൈവദാസന്മാരോടൊക്കെ പറയും, വിവാഹം നടത്താൻ വിളിക്കുമ്പോഴേ പറയണം യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചില്ലേ ഞാൻ നടത്തുകയില്ലെന്ന് നേരത്തെ പറയല്ല, എഴുതി വെക്കണം. ഇല്ല, പ്രശ്നമാണ്. അപ്പൊ ഈ പെണ്ണുങ്ങളെ എല്ലാം കൂടെ ഒരുക്കി വിടാൻ പറഞ്ഞു. ഒരിക്കലും എങ്ങനെയാണൊക്കെ ഏഷ്യ 3:16 ചേർത്താൽ കുറച്ചുകൂടെ ക്ലിപ്തത ആകും. തത്തിത്തട്ടി എറുകണ്ണിട്ട് കടുത്തുമൊക്കെ നീട്ടി പട്ടുകച്ച പരിമളക്കൂട്ട്, പിന്നെ തകിടുകൂട്ട്, ശാൽവ, ദർഭമണം, ക്ഷോഭപടം, കർണപടം, മൂടുപടം, കല്ലാവ് ഇതൊക്കെ വെച്ച് ഇവിടെ ദിന്തരികിടം വെച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ ഇവന്മാർ കയറി ഇളകി. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. ഇവർ ചെന്നു, ഭക്ഷിച്ചു, ദേവന്മാരെ വണങ്ങി. ഇതിന് പൂള് വെച്ച് കൊടുത്ത ഉപദേശമാണ് ബിലെയാമിൻ്റെ. സ്തോത്രം. എന്റെ സഹപടന്മാരാകുന്ന ദൈവദാസന്മാരോടും എന്നെ കേൾക്കുന്നവരോട് പറയാ, 10 രൂപ കിട്ടുമെന്നോർത്ത് നീ ഉപദേശത്തിന് അയവൊന്നും വരുത്തരുത്. മനസ്സിലായോ? കുറെ ആള് കൂടുവെന്നും പറഞ്ഞ് നീ ഇതിന് മാറ്റമൊന്നും വരുത്തരുത്. ദൈവത്തിന് മകത്വം. ലക്ഷക്കണക്കിന് ആളുള്ളപ്പോൾ 8 പേരെ രക്ഷ പ്രാപിച്ചോളൂ, അത് വെള്ളത്തിൽ കൂടി. സ്തോത്രം. 10-30 ലക്ഷം ജനം വന്നിട്ട് എണ്ണി തിട്ടമെടുത്തതിൽ 2 പേരെ അങ്ങ് ചെന്നിട്ടുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, 10 രൂപ കിട്ടുമെന്നോർത്ത് ഇച്ചിരി നന്മ കിട്ടുമെന്നോർത്തത് ഇതിന് പ്രമാണത്തിനൊന്നും മാറ്റം വരുത്തരുത്, അയവ് വരുത്തരുത്. ഉപദേശത്ത് നിൽക്കണം. ബിലിയാമിന്റെ ഉപദേശമാണ്. അവിടെ ഞാൻ വിവരിക്കുന്നില്ല, നിർത്തുക. 2 കാര്യമാണ്. യഹോവയുടെ ദ്രോഹം ചെയ്യാൻ, 2 സഭയ്ക്കകത്ത് ബാധ വന്ന് 24,000 എണ്ണം പോയി. ആ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ച്. സംഖ്യ 25:9 പെട്ടെന്ന്. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേര്. അപ്പൊ 24,000 പേരെ തകർക്കാൻ ഇവന്റെ ഉപദേശം ഇടയാക്കി. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? ഇയാൾ പറഞ്ഞ് ഭക്തൻ മരിക്കുമ്പോൾ എനിക്ക് മരിക്കണമെന്ന്. 23:10 23:10 പെട്ടെന്ന്. സംഖ്യ 23:10. യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണ? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗ്രഹിക്കാം? അടുത്ത വാക്യം. ഭക്തന്മാർ മരിക്കും പോലെ, ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. ഈ കൊന്ത്രാക്കൊള്ളിയെല്ലാം ഒപ്പിച്ചു പറയാ, ഭക്തൻ മരിക്കും പോലെ. കിട്ടാവുന്ന കാശ് മുഴുവൻ മേടിച്ച് കീശാലും ആക്കി ഒപ്പിക്കാവുന്ന വേലത്തരമെല്ലാം സഭയ്ക്കകത്ത് ഒപ്പിച്ച് സഭയ്ക്ക് സഭയെ പ്രശ്നം ഉണ്ടാക്കി ചെന്ന് ഇവൻ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഒക്കെ ഉണ്ട്. സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കും. കുരുക്കൊപ്പിച്ചു പമ്മിയിരിക്കും. എന്നിട്ട് പറയും, ജോർജ് കുട്ടി ഞാനാ ഇത് പറഞ്ഞെന്ന് നിങ്ങൾ കയറി ഉടക്കിക്കോ. അപ്പം ഞാൻ മിണ്ടത്തില്ല കേട്ടോ, ഞാൻ സൈലൻ്റാണ്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് പോകും. ഇവനാ ഒപ്പിച്ചത്. ഈ കൊന്ത്രാക്കുള്ളിയെല്ലാം ഒപ്പിച്ചേച്ച് സഭയ്ക്കകത്ത് ബാധ വർത്തു. 24,000 പട്ടു. യഹോവയോട് ദ്രോഹം ചെയ്യിപ്പിച്ചു. ദുരുപദേശം ഇറക്കി വിട്ടു. ഇതെല്ലാം ജയിച്ചു പുള്ളി പറയാ, ഭക്തന്മാരും മരിക്കുന്നത് പോലെ. പിന്നെ നമുക്കും അറിയാം, ഇരിക്കുന്ന പാസ്റ്റർമാരെ ഓടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, കമ്മിറ്റി ബഹളമായിട്ട് ഇതല്ലേ ബഹളം, ഇതെല്ലാം ചെയ്തേച്ച് അവസാനം അങ്ങേയറ്റം പറ്റി ലിറ്റപ്പിളവറിയൊന്നും വിട്ട് വീട്ടിലോട്ട് വരും പറയും, അപ്പാ ഒരു നല്ല അന്ത്യം. നീ കഷായിച്ച് അങ്ങേയറ്റം പറ്റിയേ പോകൂ. ഭക്തൻ മരിക്കും പോലെ മരിക്കണേ. ഭക്തൻ ജീവിക്കും പോലെ ഏറെക്കുറെയൊക്കെ ജീവിക്കണം. പുള്ളി മരിച്ചത് അങ്ങനെ. 31:8 സംഖ്യാപുസ്തകം 31:8 യോശുവയുടെ പുസ്തകം 13:22 വായിരേ. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രക്കെ, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. അടുത്തത് ബയോരിന്റെ മകനാകുന്ന ബിലിയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. എങ്ങനെയുണ്ട്? 13:22 യോശുവ. അതുകൂടെ ചേർത്ത് വായിച്ചു. അവിടെ ഈ പുള്ളിക്ക് ഒരു പേരുണ്ട്, ഒരു ചെറിയ പേരുണ്ട്. ഇരട്ടപ്പേരാ. വായിച്ചു. ഇസ്രയേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോരിന്റെ മകനായ ബിലെയാം
എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. ബെയോരിന്റെ മകൻ ബിലയാം എന്ന പ്രശ്നക്കാരൻ, പ്രശ്നം ഉണ്ടാക്കിയവനാ. അവിടെ പ്രശ്നക്കാരന് രണ്ടാശയമുണ്ട്. നമുക്ക് നാടൻ ആശയം അങ്ങ് എടുക്കുക. പ്രശ്നക്കാരന്. എൻ്റെ പ്രിയരെ, ഒരു കാര്യം പറയാം, ഞാനും നിങ്ങളും നിമിത്തം സഭയെ പ്രശ്നം ഉണ്ടാകരുത്. അതിനാ സഭ കർത്താവിൻ്റെതാണ്. സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിയത് യേശു കർത്താവാണ്. ഞാൻ മുഖാന്തരം, നിങ്ങൾ മുഖാന്തരം സഭയ്ക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഞാനും നിങ്ങളും മുഖാന്തരം അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഇപ്പം വലിയ പ്രശ്നക്കാരനാണ്. ഇങ്ങനെയുള്ള ബിലയാമിൻ്റെ ഉപദേശം, ഈ ഉപദേശം പിടിച്ചിരിക്കുന്ന ആൾക്കാർ പെർഗമോസിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിർത്തുക, വാക്ക് നിർത്തുക, ദൈവത്തിന് മകത്ത്. ഇതെല്ലാം പറഞ്ഞേച്ച് പ്രതിഫലം പറഞ്ഞേച്ച് പറയുക, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, ജയിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം മന്ന കൊടുക്കും. ഒത്തിരി കാര്യം പറയേണ്ടതുണ്ട്. മന്ന, നമുക്കറിയാം, മന്ന പുറപ്പാട് പുസ്തകത്തിലാണ് ഇത് ആദ്യം കാണുന്നത്. മന്നയ്ക്ക് ഒത്തിരി വിശേഷതയുണ്ട്. ഒറ്റ വാക്ക് പറയാം, മന്ന യേശു ക്രിസ്തുവിന് നിഴല. യേശു ക്രിസ്തുവിന് നിഴലാണ് മന്ന. എന്താ മന്നയുടെ വിശേഷത? ഒത്തിരി പറയാനുണ്ട്, എങ്കിലും ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് അങ്ങ് നിർത്താൻ സമയമാകുന്നല്ലോ. ഒന്ന്, മന്നയുടെ വിശേഷം, ഇത് യേശു ക്രിസ്തുവിന് നിഴല. കാരണം ഇത് മുകളിൽ നിന്ന് വന്നതാ മന്ന. നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. എന്നെ കേൾക്കുന്ന പ്രിയരെ, മന്ന മുകളിൽ നിന്ന് വന്ന, അങ്ങനെയെങ്കിൽ മുകളിൽ നിന്ന് വന്ന ഒരുവൻ മാത്രമാണ്, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഫിലിപ്പിയ ലേഖനം നമുക്കെല്ലാം മനപാഠമാ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു, അതാണ് മന്ന. ഈ മന്ന യേശു ക്രിസ്തുവിന് നടുവിൽ. ഒന്ന്, ഇത് മോളിൽ നിന്ന് വന്നതാ, യേശു ഉയരത്തിൽ നിന്ന് വന്നവനാ. കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. സ്വർഗത്തിൽ നിന്ന് യേശു എവിടെ നിന്ന് വന്നെന്ന്, എങ്ങനെയായിരുന്നത്, എങ്ങോട്ട് പോകുന്നെന്നൊക്കെ അവിടെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചേ. വളരെ ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നത്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്, കണ്ടോ, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. പിന്നെയും ലോകത്തെ വിട്ട്, ഇനി പിന്നെ ഈ ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഞാൻ പിതാവിന്റെ അടുക്കൽ, തർക്കമൊന്നും വേണ്ട കേട്ടോ, പിതാവിന്റെ അടുക്കൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ലോകത്ത് വന്നു. ഇനി പിന്നെ ഈ ലോകം വിട്ട് ഞാൻ അങ്ങോട്ട് പോകും. എന്നിട്ട് 14:3 കൂടെ വായിച്ചു. 14:3 കൂടെ അറിവുള്ള വാക്യമാ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ. അപ്പൊ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി സ്ഥലം ഒരുക്കി, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. ഇത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ഈ മന്ന യേശു ക്രിസ്തുവിന് നല്ലല്ല. ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാ. രണ്ട്, മന്ന ചെറുതാ, കൊത്തമ്പാലിനി പോലെ ചെറുതാ, വളരെ ചെറുതാ. എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് ഇവിടെ അവതരിച്ചു. ഈ അണ്ടകടാകത്തെ നിർമ്മിച്ചവനാ ദൈവം. നക്ഷത്ര ഗോളങ്ങളൊക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊക്കത്തില്ല, കോടിക്കണക്കിനാ വാരി വെതറിയിട്ടിരിക്കുക. ഈ ഭൂഗോളം, സൈമൺ സാർ കൊടുത്തിരിക്കുന്നത് ഭൂഗോളം ഇതിന് വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകെ 28,000 പരിഗണാകമെന്ന. 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രം ആകമാന സൂക്ഷ്മമായി 60 കോടി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ ബുദ്ധിക്കെത്താത്ത കാര്യമാണ് ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ അണ്ടകടാകം, അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ കോടിക്കണക്കിന്. ഭൂമിയെ വിഴുങ്ങാൻ പറ്റുന്നത് വലിപ്പമുള്ള വേറെ നക്ഷത്രം, ഇതിനെ വിഴുങ്ങാൻ പറ്റുന്ന വേറെ. ഇങ്ങനെയൊക്കെ എത്രയെത്ര വലിയ ഗോളങ്ങളാണ്. വേറൊരു ഗോളത്തിൽ ചെന്ന് ഈ ഭൂമിയെ നോക്കിയാൽ ചെറിയ പൊട്ട്. ആ ഭൂമിയിലെ 4/3 ഭാഗവും വെള്ളം, ഒരു ഭാഗം കര. ആ കരയിൽ ഒരു ചെറിയ പൊട്ട് പോലെ പലസ്തീൻ നാട്, അതിനകത്തൊരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിലൊരു ചെറിയ വീട്, ആ വീട്ടിലൊരു ചെറിയ പെൺകുട്ടി, കന്യക. ആ കന്യകയുടെ ഉദരത്തിൽ, നമ്മളൊക്കെ ഒരുച്ചാൺ വയറെന്നാ പറയുന്നത്, ആയിക്കോട്ടെ, ഇതിനകത്ത് ഞാനങ്ങ് നാടൻ ഭാഷയിൽ പറയുക, ഒരു ഗർഭപാത്രം. ആ ഗർഭപാത്രത്തിൽ വലിയവനായ ദൈവം, ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച ദൈവം,
ഈ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ ഈ സകലത്തെയും നിർമ്മിച്ച ചമച്ച പടച്ച ദൈവം, എബ്രായലേഖനം വായിക്കുന്ന സകലത്തിൻ്റെ ലാക്കും സകലത്തിൻ്റെ കാരണഭൂതനുമായവൻ എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറുതായി 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 ഒരു സ്ത്രീയുടെ ഉദരത്തിൽ. മന്ന അല്ല, ഇടയ്ക്ക് കയറി പറയാം, ഈ വലിയവനായ ദൈവം അത്രയും ചെറുതായെങ്കിൽ നമുക്കും ഒന്ന് ചെറുതാകുന്നതിന് എന്നാ? യോ, ഞാൻ എന്നെ പ്രതിയാക്കി അങ്ങ് പറയാ. ചിലരുടെ ആ വലിപ്പഭാവവും പോക്കും ഇരിപ്പും ഒക്കെ ഒന്ന് കണ്ടേ. എന്തുവാ ചില കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന ചില ആൾക്കാർ മിണ്ടാൻ തന്നെ വലിയ വലിയ ബുദ്ധിമുട്ട്. നമ്മൾ പാസ്റ്റർ ഇന്നാളൊരുത്തൻ എനിക്ക് കൈ തന്നു, 3 പേരല്ലേ, വലിയ പ്രഗത്ഭന, പേരൊന്നും ഞാൻ പറയുന്നില്ല, 3 പേരല്ലേ. ഞാനും അങ്ങ് സങ്കടമായിപ്പോയി, കാരണം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. 3 പേരല്ലേ. പിന്നെ ഞാൻ അങ്ങ് സഹിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വേറൊരു പുള്ളി വന്നപ്പോൾ അവന് 2 പേരില്ല. അപ്പോൾ എനിക്കൊരാശ്വാസം, അവനേക്കാളും കുറച്ചുകൂടെ താല്പര്യം എന്നോടാണ്. വേറൊരുത്തൻ ചെന്നപ്പം കൊടുത്തിൽ ഇങ്ങനെ കാണിച്ചു. സ്റ്റേജിലൊക്കെ നിന്ന് അങ്ങ് തകർക്കുക. എന്തോ വലിപ്പഭാവമാണ്. പാവത്തങ്ങൾക്ക് കൈ കൊടുക്കുകയല്ല. ചില കാശും പുഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊടുത്താൽ പിടിച്ചാൽ വിടത്തുമില്ല. അവർ പോകണമെന്ന് പറഞ്ഞാലും പിന്നെയും ഷെയ്ക്കാൻ്റെ പറഞ്ഞു. ഏതാ ഇച്ചിരി പിടിപ്പ് കുറഞ്ഞവനാണ് ഉണ്ട്, ഇതിനകത്തൊക്കെ ഉണ്ടെന്ന്. എന്തോ വലിപ്പഭാവമാണ്. ഇവിടെ താണ്ടെ ദൈവദാസന്മാർ മാന്യമായിട്ടിരിക്കുന്നു. ചില വലിയ ദാസന്മാരെ കണ്ടിട്ട് ഇങ്ങനെയുള്ള സ്റ്റേജിൽ കയറി കാലും വെച്ച് തള്ളവിലുമൊക്കെ വിറപ്പിച്ച് ഇവൻ്റെ എല്ലാം വലിപ്പഭാവം. നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ പാവത്തുങ്ങൾ. ഒന്നും അറിയാൻ മേലാത്ത കുറേ പരമാർത്ഥികൾ അങ്കമാലിയിൽ നിന്ന് കൂടിയല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. അഹങ്കാരമേ വലിയ വലിയ ഈ തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങ് ചെല്ലുകയില്ല. ഒന്ന് താഴെ, ഒന്ന് വിനയപ്പെടെ. വിവരിക്കുന്നില്ല. വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. അതാ മന്ന. നമ്മുടെ വലിപ്പഭാവമൊക്കെ ഒന്ന് മാറ്റണേ. സഭയിലുള്ള എല്ലാവർക്കും കൈ കൊടുക്കാത്തവരുണ്ട്, എല്ലാവരോടും മിണ്ടാത്തവരുണ്ട്, ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകാത്തവരുണ്ട്, അഥവാ പോയാൽ അവിടെ നിന്ന് വെള്ളം കുടിക്കാത്തവരും ഉണ്ട്. ഇതിനകത്തും ഉണ്ട്. എവിടാ ഇല്ലാത്ത? വലിപ്പഭാവമൊക്കെ ഒന്ന് മാറ്റണേ. ഒന്നുകൂടെ ഒന്ന് വിനയപ്പെടണേ, താഴണേ. ദൈവത്തിന് മഹത്വം. അതാ മന്ന. മന്ന അവൻ മുകളിൽ നിന്ന് വന്നതാ. 2 മന്ന ചെറുതാ. 3 മന്ന വാതുക്കെ കിടക്കുക. രാവിലെ കൂടാരവാതിൽ തുറന്നു ചെല്ലുമ്പോൾ വാതുക്കെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷ സമീപത്താ. രക്ഷ തപ്പി കിഴക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും തെക്കോട്ടും ഒന്നും ഓടണ്ട. സഹോദര, സ്നേഹിത, മാതാവേ, പിതാവേ, രക്ഷ നിന്റെ സമീപത്താ. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. രക്ഷ തേടി എങ്ങോട്ടും പോകണ്ട, 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട. രക്ഷകൻ നിന്റെ വാതുക്കലുണ്ട്. ഇന്ന് രാത്രിയിലും നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൽ നിന്ന് മുട്ടുക. വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ആ രക്ഷകൻ നിന്നെ ഏറ്റെടുക്കും. 3 വാതുക്ക കിടപ്പുണ്ട് മന്ന. 2 കാര്യം പറയാം. 4 ഈ മന്ന ഉരുണ്ടതാണ്. എൻ്റെ ഭാഷ പറഞ്ഞാൽ മന്നയ്ക്ക് മൊനയില്ല. ഈ ഉരുണ്ട സാധനം മേളിൽ നിന്ന് നോക്കിയാലും കീഴെ നിന്ന് നോക്കിയാലും സൈഡ് നോക്കിയാലും എല്ലാം മൊനയില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ യാതൊരു അകൃത്യങ്ങളുമില്ല. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അങ്ങനെ ആ മറഞ്ഞിരിക്കുന്ന മന്ന ആമൻ നമുക്ക് തരുന്നൊരു സുദിനമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. മന്നയെ പറ്റി ഒരു കാര്യം കൂടെ പറയാം. ഒരിക്കൽ ഈ ഇസ്രായേൽ മക്കൾ ഈ മന്നയെ ആക്ഷേപിച്ചു. സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇടങ്ങഴി മന്ന എടുത്ത് സൂക്ഷിച്ചു വെക്കണം, അത് പെട്ടകത്തിനകത്ത് വെക്കണം. ആ പെട്ടകത്തിനകത്ത് മന്ന വെക്കണം. എന്നിട്ടോ ഇത് പോകുന്നിടത്തെല്ലാം ചുമ്മിക്കൊണ്ട് നടക്കണം. ഇന്ന് രാത്രി നമ്മോടുള്ള ബന്ധത്തിൽ ഒരു കാലത്ത് എനിക്കും നിങ്ങൾക്കും ഇത് ഇഷ്ടമില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു. എന്നാൽ കൃപയാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, ഈ മാർഗത്തിൽ വരുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, സാക്ഷിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മന്നായെ ഇന്ന് രാത്രി ഏറ്റെടുക്കണം.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മന്ന പൊടിയുന്നത് രാത്രിയില്ല. രാത്രിക്ക് പാളയത്തിൽ മഞ്ഞ് പൊടിയുമ്പോൾ മന്നയും പൊടിയും, മഞ്ഞും മഞ്ഞയും കൂടെ പൊടിയുന്നത്. മഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിഴലായിട്ട് പഠിക്കാറുണ്ട്. എല്ലാ മഞ്ഞും അല്ല. മൂന്നാറിൽ പോയിച്ച് പരിശുദ്ധാത്മാവെന്നും പറഞ്ഞെടുത്ത് ആടരുത്. വേദപുസ്തകത്തിൽ ചില ഭാഗത്ത് സന്ദർഭോചിതമായിട്ട് മഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. മന്ന യേശു ക്രിസ്തുവിനെയും ദൈവത്തിൻ്റെ വചനത്തെയും കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മഞ്ഞും മഞ്ഞയും കൂടെ ഒന്നിച്ചൊന്ന് പൊടിഞ്ഞ് ആ പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമാണ്. ഞാൻ ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയുന്നുണ്ട്, സഭയ്ക്കകത്ത് ഇങ്ങനെ രാത്രിയിൽ മഞ്ഞും മഞ്ഞയും പൊടിക്കണം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, നമ്മുടെ ആരാധനയിൽ 1 മണിക്കൂർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാത്ത താങ്കൾക്കുള്ളവരല്ല. ആകയാ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. കുറഞ്ഞത് 1 മണിക്കൂർ, 1.5 മണിക്കൂർ ദൈവത്തിൻ്റെ വചനവും പറഞ്ഞ് ആ സഭയെ തകർക്കുവാൻ, ആ കൂട്ടായ്മയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി നമ്മളും ജയമെടുക്കുന്നവരായിരിക്കണം. ജയിച്ചു വരുന്നവർക്ക് മറഞ്ഞിരിക്കുന്ന മന്ന തരും. ബാക്കി ഭാഗം ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിക്കാൻ ജയിക്കണം. ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ജയിച്ചവൻ്റെ കൂടെ നിൽക്കുക. ആരാ ജയിച്ചത്? യേശു ക്രിസ്തു. എന്തിനും ജയിച്ചു? എല്ലാത്തിനും ജയിച്ചു. എല്ലാത്തിനെയും ജയിച്ച് ഒടുവിൽ അവിടെ നിന്ന് മരണത്തെയും ജയിച്ചു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് അവൻ കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അവിടുത്തെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. നിക്കലോവിയ ഉപദേശത്തിൽ പെട്ടുപോകരുത്. ബിലിയാമിന്റെ ഉപദേശത്തിൽ പെട്ടുപോകരുത്. അവൻ ഇന്ന് രാത്രി ധൈര്യത്തോടെ വേണം തിരിച്ചു പോകാൻ. ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ഇടയാക്കട്ടെ. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കും ഇതുവരെ കേട്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പഴയ പാട്ടിന് 4 വരി പാടാം. അത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയുന്നില്ല. കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. അപ്പോൾ ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി 4 വരിയെ പാടുന്നുള്ളൂ. പഴയ പാട്ടാ. മന്നാ ജയ ജയ മന്ന ജയ ജയ മാനുവേലനെ മകേശ മഗ. കൈയടിച്ച് മഹാരാജനെ മന്നാ ജയ ജയ മാനുവേലനെ മകേശ മകേശ മഗ. ഓ കാകളനാദവും ദൂതർഗണങ്ങളും കോടിരഥങ്ങളുമായി വന്നിടോ പ്രിയ വന്നിടോ പ്രിയ. ഓ മന്നാ ജയ ജയ മാനുവേലനെ മകേശ മകേശ മഗ. ആമേ മന്നാ ജയ ജയ ഗ്ലോറി. മകേശ മഗ മകേശ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരപേക്ഷ, 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഒക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നും എന്തേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കുന്ന. ഒരിക്കൽ കൂടെ വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കുന്ന ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ.
യഹോവാ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ക്ഷണിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും.